بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യരിൽ എന്നല്ല സർവ ജീവജാലങ്ങളിലും ഏറ്റവും അനുഗ്രഹീതനും ഉത്കൃഷ്ടനും അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അതിലാർക്കും സംശയമില്ല. അതല്ല വേറെ ആരെങ്കിലും ആണെന്നൊരു മുസ്ലിം വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് ഔട്ടാവും, അവൻ്റെ ഷഹാദത്ത് ബാത്തിലാവും. അത്രയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗ്രഹിച്ചു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ചില കവിതകൾ കേട്ട് സന്തോഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുതപ്പെടുത്ത് അദ്ദേഹത്തെ പുതപ്പിക്കുക വരെ ഉണ്ടായി. അദ്ദേഹം ചില സമയങ്ങളിൽ ഖുറൈശികളെ ആക്ഷേപിച്ചിട്ട് കവിതകൾ പറയും. അപ്പോൾ റസൂലുള്ളാഹി പറയും, ഹസ്സാൻ, ഞാനും ഒരു ഖുറൈശിയല്ലേ? അപ്പം അദ്ദേഹം പറയും, പെണ്ണുങ്ങൾ കുഴച്ചു വച്ചിരിക്കുന്ന മാവിൽ നിന്ന് അവരുടെ മുടി എത്ര ലാഘവത്തിൽ എടുത്തു കളയുമോ അതുപോലെ ഞാൻ അങ്ങയെ ഖുറൈശികളിൽ നിന്ന് മാറ്റി അതേ കവിതകൾ കൊണ്ട് സംരക്ഷിക്കും. ഇത് കേൾക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ രണ്ട് വരികളുണ്ട്. വഅഹ്സനു മിൻക ലം തറ ഐനി ഖത്തു, അങ്ങയേക്കാളും മനോഹരമായ ഒരു ആളെ എൻ്റെ കണ്ണുകൾ ഒരിക്കലും കണ്ടിട്ടില്ല. ശരിയാ, ലോകം കണ്ടിട്ടില്ല. ചിലപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആയിരിക്കും ദുനിയാവിലെ ഏറ്റവും വലിയ സുന്ദരൻ. പക്ഷെ ആളുകൾ ഒന്നുകൂടി ചിലപ്പം ആകർഷിച്ചിട്ടുണ്ടാവുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, ഒരു പെണ്ണും അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടേയില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, വഹയ്യ് വരുന്ന സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റികളിൽ വിയർപ്പ് തുള്ളികൾ ഉണ്ടാവും. ആ മനോഹരമായ നെറ്റിയിലുള്ള വിയർപ്പ് തുള്ളികൾ ഏതെങ്കിലും കവി കാണുകയാണെങ്കിൽ അയാൾക്ക് കവിത വരാൻ ആ കാഴ്ച മതിയാവും. അത്ര മനോഹരമായിരുന്നു ആ കാഴ്ച എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ചിലപ്പോൾ ഉച്ച സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈലൂല ഉറങ്ങും. ആ സമയത്ത് ശരീരം വിയർക്കും. ആ വിയർപ്പ് നമ്മൾ തുണി കൊണ്ട് ഒപ്പിയെടുത്ത് കുപ്പികളിലാക്കി വെക്കും. നമ്മൾ സാധാരണ അത്തറായിട്ട് ഉപയോഗിക്കുന്ന ഊദിൽ നമ്മളത് ചേർക്കും. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളെ ഊദിൻ്റെ മണം വർദ്ധിക്കുന്ന പോലെയുണ്ട് അങ്ങയുടെ വിയർപ്പ് ചേർക്കുമ്പോൾ. അപ്പോൾ ചില്ലറക്കാരനല്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ സത്യമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമ്മളുടെ കൂട്ടുകാരികൾ നമ്മളെ വീട്ടിൽ സന്ദർശിച്ച് തിരിച്ചു പോകുമ്പം അവർക്ക് നമ്മൾ ഹദിയ കൊടുക്കാറുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് തുള്ളി നിറച്ച കുപ്പികളായിരുന്നു എന്ന്. ഒരു കവി പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്, മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ തന്നെയാണ്, പക്ഷെ ലാ കൽ ബശർ, നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലത്താണെന്ന് പറയാൻ കഴിയൂല. ഭൗതികമായി നോക്കിയാൽ അങ്ങനെ തന്നെ, പക്ഷെ വഹി ലഭിക്കുന്ന ആത്മാവുള്ള ഒരാളാണ്. ഏതുപോലെ യാഖൂത്തുൻ ഹജറുൻ, പവിഴങ്ങൾ, മുത്തുകൾ, അത് കല്ലാണ്, പക്ഷെ ലാ കൽ ഹജർ, സാധാരണ കല്ല് പോലെയല്ല. ആ വ്യത്യാസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായിട്ടാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത്. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ, അങ്ങ് എങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അങ്ങയെ സൃഷ്ടിച്ചതുപോലെയുണ്ട്. അത്ര മനോഹരമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹിയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും സുവ്യക്തമായിരുന്നു. നിഷേധിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആരും അങ്ങനെ മനസ്സാ നിഷേധിച്ചിട്ടും ഇല്ല. ഇന്നും ഒരുപക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും കളിയാക്കുന്നോ പരിഹസിക്കുന്നോ നിഷേധിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ നാവോ അല്ലെങ്കിൽ അവരുടെ വിരലുകളോ മാത്രമാണ്. ഖൽബിന് നിഷേധിക്കാൻ സാധ്യമല്ല. അങ്ങനെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. ആർക്കും സാധ്യമല്ല. അബൂജഹൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിന്റെ ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന അദ്ദാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഒരു വിഷയം സൂചിപ്പിക്കുന്നത് കാണാം. അബൂ യസീദുൽ മദനി റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ നേർക്കുനേരെ കണ്ടു. രണ്ടുപേരെന്ന് പറയാൻ പറ്റൂല. അബൂജഹൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവാണ്, ദീനിന്റെ ശത്രുവാണ്. ആളുകളോട് കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് ആളുകൾ റസൂലുള്ളാഹിയിൽ നിന്ന് അകറ്റുന്ന ആളാണ്. പക്ഷെ കണ്ടുമുട്ടിയപ്പോൾ അയാൾ പോയിട്ട് നേരെ പോയി കൈപിടിച്ച് മുസാഫഹ ചെയ്തു. ഇതൊരു ഖുറൈശി കണ്ടു. ഫഖാല ലഹു റജുൽ, ആ ഖുറൈശി അബൂജഹലിനോട് ചോദിച്ചു, അലാ അറാക തുസാഫിഹു ഹാദ സാബി, നിങ്ങളല്ലേ പറഞ്ഞ് ഇയാൾ പുതിയ മതക്കാരനാണ്, പാരമ്പര്യ ദീൻ വിട്ട് പുതിയ ദീനും ആശയവും ആദർശവും കൊണ്ടുവന്ന ആളാണ്, അയാളെ സൂക്ഷിക്കണം, അടുക്കാൻ പാടില്ല, എന്നിട്ട് നിങ്ങൾ തന്നെ പോയിട്ട് മുസാഫഹ ചെയ്താലോ? ഖാല, ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു ആ ചങ്ങാതിയോട്, വല്ലാഹി ഇന്നി ലഅഅലമു അന്നഹു ലനബിയ്യുൻ, അല്ലാഹുവാണ് സത്യം, എനിക്കറിയാം ഇത് അല്ലാഹുവിന്റെ റസൂലും നബിയും തന്നെയാണ്. പക്ഷെ അബ്ദുമനാഫിന്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ റസൂലാന്ന് പറഞ്ഞു വരുമ്പം അയാളെ അംഗീകരിക്കാൻ മാത്രം നമ്മുടെ കുടുംബം ചെറിയ താണ കുടുംബമൊന്നുമല്ല എന്ന ഖിബറാണ് അബൂജഹലിനെ കൊണ്ട് നിഷേധാത്മകമായി സംസാരിപ്പിച്ചത്. എങ്കിൽ ഇന്നത്തെ അബൂജഹലുമാരും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ. അല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എന്തെങ്കിലും വ്യക്തിത്വത്തിലോ വാക്കുകളിലോ പ്രവൃത്തിയിലോ ജീവിതത്തിലോ ഒരു ചെറിയ ന്യൂനതയെങ്കിലും കണ്ടിട്ടല്ല, കണ്ടിട്ടുമില്ല, കാണുകയുമില്ല. അത് ഉറപ്പാണ്. അതാണ് നമ്മുടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആരാണോ ഈ ദുനിയാവിൽ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് അവർക്ക് നിർബന്ധമാണ് ആ റസൂലിനെ പിൻപറ്റൽ. അഥവാ ആരെങ്കിലും പിൻപറ്റിയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അവൻ നരകത്തിന്റെ അവകാശിയായിരിക്കും. പ്രത്യേകിച്ചും ജൂതനസാറാക്കൾ. തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ, ഈ ഉമ്മത്തിൽപ്പെട്ട ആരാണോ എന്നെ കുറിച്ച് കേൾക്കുന്നത്, യഹൂദിയാവട്ടെ നസ്റാനിയാവട്ടെ ആരായാലും, സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, എന്നിട്ട് ഞാൻ എന്തൊന്നുകൊണ്ടാണോ നിയോഗിക്കപ്പെട്ടത് അത് വിശ്വസിക്കാതെ അവൻ മരിച്ചു പോവുകയും ചെയ്താൽ, ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയായിരിക്കും. ജൂതനസാറാക്കൾ പ്രത്യേകിച്ചും, കാരണം യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെ കുറിച്ച് അറിയുന്ന പോലെ അവർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യവും റിസാലത്തും അറിയുന്നവരാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ തരത്തിൽ മനസ്സിലാക്കലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കേണ്ട പോലെ അംഗീകരിക്കലും ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരോട് അള്ളാഹു നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. പ്രത്യേകിച്ചും ഉമ്മത്തുൽ ഇജാബയോട്, റസൂലിന്റെ ദഅവ സ്വീകരിച്ച മുഅ്മിനുകളായ ആളുകളോട്. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 11ഓളം പ്രാവശ്യം അല്ലാഹു റബ്ബുൽ ഇസ്സ അത്തീഉല്ലാഹ എന്ന വാക്കിനോടൊപ്പം ചേർത്തു വ അത്തീഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ അനുസരണയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട്
കുറേ കാര്യം പറയണം, അതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചിരിക്കണം. പ്രധാനപ്പെട്ട 2 കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ഇന്ന് ദുനിയാവിൽ 3 തരം ആളുകളുണ്ട്. അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും ഒഴിവാക്കി വെച്ചൊരു വിഭാഗം, ആവശ്യമില്ലാത്ത പോലെ. രണ്ടാമതൊരു വിഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പേടിച്ച പോലെ, ഭയപ്പെട്ട പോലെ, താക്കീത് ചെയ്ത പോലെ മഹബ്ബത്ത് അധികമായി അതിർവരമ്പുകൾ വിട്ടുകടന്നു, ബൗണ്ടറി കടന്നു, അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയ ഒരു വിഭാഗം. അതിനിടയിൽ അഹ്ലുസുന്ന വൽ ജമാഅ. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഒരു വിഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാത്തവരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ആവശ്യമില്ല എന്ന് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കലാം മാത്രം നമുക്ക് മതിയാവും, അതിനപ്പുറത്തെ ഹദീസ് എന്ന് പറഞ്ഞ് വേറൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹദീസുകളെ നിഷേധിക്കുന്നവരാണ്. അവർ കുഫറിലാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവർ കുഫറിലാണ്. കാരണം തെളിവ് അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാ, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما فلا وربك. നബിയെ, നിങ്ങളുടെ റബ്ബ് തന്നെയാണ് സത്യം, വേറെ ഒരു കാര്യം പറയാനും അള്ളാഹുവിനെ സത്യം ചെയ്ത് പറഞ്ഞില്ല. ഇത് പറയാൻ അല്ലാഹു പറഞ്ഞു, നിന്റെ റബ്ബാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ അങ്ങയെ വിധികർത്താവായി സ്വീകരിക്കുന്നവരെ, അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ, നിയമങ്ങളെ സ്വീകരിക്കുന്നതുവരെ. എന്നിട്ടോ സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈ, അങ്ങയുടെ തീരുമാനത്തിനെ സംബന്ധിച്ച് പിന്നീട് അവർക്ക് അതിനെപ്പറ്റി ഒരു തരത്തിലുള്ള ചിന്തയും വരാത്തവർ. ശരിയായി പോയോ, വേണോ വേണ്ടേ, അങ്ങനെ ഒന്നും വരാത്തവർ. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും അങ്ങയുടെ കൽപ്പനക്ക് മുമ്പിൽ വിധേയരാകുന്നതുവരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അൽ ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹവൈ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, മൻ ബലഗഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തങ്ങളെ പറഞ്ഞ ഒരു വാക്ക് ഒരാൾക്ക് ലഭിക്കുകയും യുഖറു ബിസിഹ്ഹതിഹി, അത് ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും സുമ്മ റദ്ദഹു ബിഗൈരി തഖിയ്യത്തിൻ, ഒരു സൂക്ഷ്മതയുമില്ലാതെ എന്നിട്ട് ആ വാക്കിനെ ഒരാൾ തള്ളിക്കളയുകയും ചെയ്താൽ ഫഹുവ കാഫിറുൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറാണ്, അപകടമാണ്. ഇന്ന് പലരും റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളെ തള്ളിക്കളയുന്നത് അവരുടെ തലക്ക് പിടിക്കാത്തത് കൊണ്ടാണ്. സഹീഹാണെന്ന് ഉറപ്പാണ്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ്. ലോകത്തുള്ള ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും കാലാകാലമായി കണ്ടും ചർച്ച ചെയ്തും ഇജ്തിഹാദ് ചെയ്തും വരുന്ന ഹദീസാണ്. പക്ഷെ ഇന്ന് എന്റെ തലക്ക് തിരിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല, കുഫറിലാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. وقال العلامة السيوطي رحمه الله اعلموا, അടിയാറുകളെ നിങ്ങൾ അറിയണം, റഹിമക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, أن من أنكر كون حديث النبي صلى الله عليه وسلم قولا أو فعلا بشرطه المعروف في الأصول حجة. ഹദീസിന്റെ അടിസ്ഥാന ശാസ്ത്രത്തിൽ അറിയപ്പെട്ട തെളിവ് സഹിതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ സ്ഥിരപ്പെട്ടു വന്നതിനെ ഒരാൾ നിഷേധിച്ചു കളഞ്ഞാൽ കഫറ, അവൻ കാഫിറാവും. വഖറജ അൻ ദായിറത്തിൽ ഇസ്ലാം, ഇസ്ലാമിക സൊസൈറ്റിയിൽ നിന്ന് അയാൾ പുറത്താവും. വഹുശ്റ മഅൽ യഹൂദി വന്നസാറ, അന്ത്യനാളിൽ അവൻ ജൂത നസാറാക്കളുടെ കൂടെയായിരിക്കും വരിക. ഔ മൻ ശാഅ മിൻ ഫിർഖത്തിൽ കഫറ, അല്ലെങ്കിൽ കാഫിറുകളായിട്ടുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും നാളെ ആഖിറത്തിൽ അവനെ കൊണ്ടുവരപ്പെടുക. അല്ലാമ ഇബ്നുൽ വസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു. ഇത് പറയാൻ കാരണം ഇന്ന് അത് വളരെ വ്യാപകമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പല ഹദീസുകളെയും പരിഹാസപൂർണേന നിഷേധിക്കുന്ന, കളിയാക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം നാമധാരികളുണ്ട്. അവരിൽ പലരും ഇസ്ലാമിന്റെ നേതൃത്വം വഹിക്കുന്നവരെന്ന് പറയപ്പെടുന്നവരുമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തുള്ളവരിൽ പലരും അങ്ങനെ ഹദീസുകൾ വേണ്ട എന്ന് പറയുന്നവരുണ്ട്, സുന്നത്തിനെ ഒഴിവാക്കുന്നവരുണ്ട്. ഒരു ചിന്തയുമില്ലാതെ ചില ഹദീസുകൾ ഖുർആനിന്റെ ആയത്തുകൾക്ക് എതിരായി പോയി എന്ന് പറയുന്നവരുണ്ട്. അപകടം പിടിച്ച വാദം.
അതിലേക്കാണ് ഈ സൂചന. ويقول شيخ الإسلام ابن تيمية رحمه الله تعالى أنه ما أخبر به الرسول صلى الله عليه وسلم عن ربه. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനെ പറ്റി എന്താണോ അറിയിച്ചു തന്നത്, ഫഇന്നഹു യജിബുൽ ഈമാനു ബിഹി, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. സവാഉൻ അറഫ്നാ മഅനാഹു ഔ ലം നഅരിഫ്, നമുക്കതിന്റെ അർത്ഥം മനസ്സിലാവട്ടെ മനസ്സിലാവാതിരിക്കട്ടെ, വിശ്വസിക്കൽ നിർബന്ധമാണ്. ചിലപ്പോൾ നമുക്ക് തിരിയില്ല, ചിന്തിച്ചാൽ മനസ്സിലാവൂല. നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളരുത്. മനസ്സിലായാലും ഇല്ലെങ്കിലും വിശ്വസിച്ചേ പറ്റൂ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനുമാണ്, സത്യമാക്കപ്പെടുന്ന ആളുമാണ്. അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്ന കാര്യം എന്താണോ, വജബ അലാ കുല്ലി മുഅ്മിനിൻ അൽ ഈമാനു ബി, അത് വിശ്വസിക്കൽ ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്, നിർബന്ധമാണ്. വഇല്ലം യഫ്ഹം മഅനാ, അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിലും. അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ താക്കീത് ചെയ്തു, ശക്തമായ താക്കീത്. അജ്ഞതാണിന്റെ അടയാളമായി പറഞ്ഞതാണ്, യൂഷികു അൻ യഖഉദ അർ-റജുലു മുത്തകിഅൻ അലാ അരീകതിഹി, ഒരു ദിവസം വരും അന്നൊരാൾ തന്റെ ചാരി കസേരയിൽ ചാരി ഇരുന്ന് ഇപ്രകാരം പറയുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. ഇതന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറയുമ്പം അതിനെ ചാടി പിടിച്ച് ചെയ്യാൻ കൊതിക്കുന്ന സഹാബത്ത് മുമ്പിലുള്ളപ്പോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന അപകടകാരിയെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുന്നറിയിപ്പ് തരികയാണ്. ചാരി കസേരയിൽ ചാരി ഇരുന്നു കൊണ്ടവൻ പറയും, യുഹദ്ദിസു ബിഹദീസിൻ മിൻ ഹദീസി, എന്റെ ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസ് അയാൾ വായിച്ചു പറയും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, നമുക്കിടയിൽ നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹ്ലൽനാഹു, അതുകൊണ്ട് ഖുർആനിൽ ഹലാലായി വന്നതിനെ നമ്മൾ ഹലാലായി സ്വീകരിക്കും. വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറംനാ, ഖുർആനിൽ ഹറാമാക്കിയത് നമ്മൾ ഹറാമാക്കും. ഈ ഹദീസ് നമുക്ക് ആവശ്യമില്ല, ഖുർആൻ മതി എന്ന് പറയുന്ന ഒരു വിഭാഗം വരുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന മുഅ്മിൻ അവനെ സൂക്ഷിക്കാൻ. അത് റസൂലുള്ളാഹി പറഞ്ഞു, അല, നിങ്ങൾ അറിഞ്ഞോളീൻ, വഇന്നമാ ഹറമ റസൂലുള്ളാഹി മിസ്ല മാ ഹറമല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഹറാമാക്കിയ പോലെ തന്നെയാണ്. അഥവാ ഖുർആനും വേണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും വേണം. ഒരു വിഭാഗം വേണ്ട എന്ന് പറഞ്ഞു, അവർ കുഫ്റിലാണ്. രണ്ടാമത്തെ വിഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമിതമായി സ്നേഹിക്കാൻ തുടങ്ങി. അതും അല്ലാഹുവിന്റെ റസൂല് ആക്ഷേപിച്ച സംഗതിയാൽ ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. റസൂലുള്ള ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ അപകടമാണെന്നർത്ഥം. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ലാ തത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി ബഹുമാനിക്കരുത്, ആദരിക്കരുത്. ഏതുപോലെ നസാറാക്കൾ ഈസ ഇബ്നു മറിയമിനെ ആദരിച്ചതുപോലെ അവർ അമിതമായി ആദരിച്ചു. അവസാനം അവരുടെ പ്രവാചകനെ അവർ അള്ളാഹുവിന്റെ സ്ഥാനത്താക്കി. ഫഖാലൽ മസീഹു ഈസ ഇബ്നുല്ലാഹ്, അവർ പറഞ്ഞു അള്ളാഹുവിന്റെ മോനാണ് ഈസ, മഅദല്ലാഹ്. നിങ്ങൾ എങ്ങനെ ആക്കരുതെന്ന് റസൂലുള്ളാഹിക്ക് പേടിയുണ്ട്. ബനൂ ഇസ്രായീലിന്റെ പ്രവാചകന്മാരോടുള്ള അമിതമായ സ്നേഹാദരവുകൾ കണ്ടറിഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്ത് എന്നെ അങ്ങനെ ആക്കുമെന്ന് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭയം ഇന്ന് യാഥാർത്ഥ്യമായി. ഇന്ന് ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ഉമ്മത്തു ദഅവയിൽ, ഉമ്മത്തുൽ ഇജാബയിൽ പെടൂല, ഉമ്മത്തു ദഅവയിൽപ്പെട്ട ഒരു വിഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ അവരുടെ സ്നേഹവും ആദരവും അമിതമായി. അതും അഹ്ലുസുന്ന വൽ ജമാഅ ഒക്കെ യോജിച്ച പരിപാടിയല്ല. അതുകൊണ്ടാണ് അവർ പാടിയത്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അത് ചെറിയൊരു വരിയല്ല. റബീഉൽ മാസം വരുമ്പോൾ 1 തൊട്ട് 12 വരെ ഇപ്പോഴും ആളുകൾ കേൾക്കുന്നൊരു വരിയാണ്, വീട്ടിൽ ചെല്ലുന്ന വരിയാണ്, പള്ളികളിൽ പാടുന്നൊരു വരിയാണ്. ആ വരി ചെറിയ വരിയല്ല. ജൂതൻ നമുക്കറിയാത്ത തരത്തിൽ ഖുർആനും ഹദീസും ചിക്കിച്ചികഞ്ഞ് പഠിച്ച ആൾക്കാരാണ്. അവർക്കറിയാം ഉമ്മത്ത് നശിക്കാൻ എന്തേ ചെയ്യേണ്ടിയുള്ളൂ, തൗഹീദിനെ മാറ്റി വെച്ചാൽ മതി. അവർ കടത്തിക്കൂട്ടി. ഇർതകബതു അലൽ ഖതാ, ഒരു കയ്യും കണക്കുമില്ലാത്ത തെറ്റ് ഞാനിതാ ചെയ്തു പോയിരിക്കുന്നു. ഏ നബിയെ,
അങ്ങയോട് ഞാൻ ആ തെറ്റിന്റെ വിഷയത്തിൽ ആവലാതി പറയുന്നു, അതിർവരമ്പുകൾ ലംഘിച്ചു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഇറക്കി തന്ന ഏറ്റവും നല്ലത് നിങ്ങൾ ഇത്തിബാഅ ചെയ്യുക. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താണോ നിങ്ങൾക്ക് എത്തിച്ചു തന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക, എന്തില്ലേ അതിനെ വിട്ടേക്കുക. പക്ഷെ ഇവർ അതിർവരമ്പുകൾ ലംഘിച്ചു. അതുകൊണ്ട് തന്നെ അവർ ദീനുൽ ഇസ്ലാമിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം കൊണ്ട് പഠിപ്പിച്ചിട്ടില്ലാത്ത പലതും ദീനിന്റെ ഭാഗമാക്കി അള്ളാന്റെ റസൂലിന്റെ മേൽ ചാർത്തി പറയാൻ തുടങ്ങി. അപകടകരമായ അവസ്ഥയിലേക്ക് മാറി. അതിനാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയാ. ബിദ്അത്തിന് ഉലമാക്കൾ കൊടുത്തിരിക്കുന്ന നിർവചനം ഇബാറത്തുൻ അൻ കുല്ലി മാ ഉഹ്ദിസ ഫിദ്ദീൻ, ദീനിൽ പുതുതായിട്ടുണ്ടാക്കപ്പെട്ട എന്തിനും ബിദ്അത്ത് എന്ന് പറയും. വഹുവ ലൈസ മിൻഹു, അതാ ദീനിൽപ്പെട്ടതല്ല. ബിഅല്ലാ യകൂന അലൈഹി ദലീലുൻ മിൻ കിതാബില്ലാഹ് വലാ മിൻ സുന്നത്തി റസൂലിഹി ഔ ഖുലഫാഇഹി അർ-റാഷിദീൻ. ആ വിഷയത്തിൽ ഖുർആന്റെ തെളിവില്ലെങ്കിൽ, റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ പിൻബലമില്ലെങ്കിൽ, ഖലീഫമാരുടെ പിൻബലമില്ലെങ്കിൽ അത് ദീനിൽപ്പെട്ടതല്ല, അത് പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്, അത് ബിദ്അത്താണ്. അതിൽ നിന്നും മാറി നിൽക്കുവാൻ ബഹുമാനപ്പെട്ട സലഫുസ് സാലിഹുകൾ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തു. ഇമാം ഷാഫി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഒരു ബിദ്അത്തുകാരൻ ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിൽ ജന്മദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ മുബ്തദിഉകളാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം നബിയായി റസൂലായി നന്മകൾ പഠിപ്പിച്ചും തിന്മകൾ വിരോധിച്ചും ജീവിച്ചു. ആ 23 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും റബീഉൽ അവ്വൽ മാസത്തിനോ 12-നോ പ്രത്യേകത കൽപ്പിച്ചില്ല. തിങ്കളാഴ്ചക്ക് പ്രത്യേകത കൽപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നോമ്പെടുത്തു. അത് ചെയ്യൽ സുന്നത്താണ്. തിങ്കളാഴ്ചയെ പ്രത്യേകിക്കലും റബീഉൽ അവ്വൽ മാസത്തിന്റെ 12-ാം തീയതിയിലെ തിങ്കളാഴ്ചയെ മാത്രമാക്കിയാൽ അതും പ്രശ്നമുള്ളതാണ്. അതിനെ മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ടില്ല. ശേഷം വന്ന ഖലീഫമാർ, അതേപോലെ സഹാബാക്കൾ, പിന്നെ താബിഈകൾ, തബഉ താബിഈകൾ, ചുരുക്കി പറഞ്ഞാൽ 300 കൊല്ലക്കാലത്തിൽ ഒരു പരിചയവും ഇസ്ലാമിന് ഈ ഒരു രീതി ഇല്ല. അതിനുശേഷം ഇർബൽ ഭരിച്ച ഫാത്തിമിയാക്കളിൽപ്പെട്ട ഷിയായായ മുദഫർ രാജാവ് തുടങ്ങിവെച്ച, അതൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്, മുദഫർ രാജാവ് തുടങ്ങിവെച്ച ഈ പരിപാടി ഇന്ന് നിർവഹിക്കുന്നവർ മുബ്തദിഉകളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു. ജസ്റ്റ് അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ വര വരച്ചു. എന്നിട്ട് ഫഖാല ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അല്ലാഹുവിന്റെ മാർഗം, ഇതാണ് സ്വർഗ്ഗത്തിന്റെ വഴി. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅൻ ശിമാലിഹി, എന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും കുറേ വരകളും വരച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, വഹാദാ സുബുലുൻ, ഇതെല്ലാം വ്യത്യസ്ത വഴികളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈ, ആ ഓരോ വഴികളിലും പിശാച് ഇരിപ്പുണ്ട്, ആ വഴികളിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട്. സുമ്മ തല, എന്നിട്ട് ഈ ആയത്തോതി, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഇതാണ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചത്, ഖുലഫാഉർ റാഷിദീങ്ങൾ കാണിച്ചത്. അത് പിൻപറ്റിക്കോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴികളിലേക്ക് നിങ്ങൾ പോകരുത്. പോയാൽ നിങ്ങൾ സ്വർഗത്തിന്റെ വഴിയിൽ നിന്നും മാറ്റപ്പെടും. അല്ലാഹു കാക്കട്ടെ. ഇങ്ങനെ ഈ 2 തരത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് 2 വിഭാഗം ഉമ്മത്തിലുള്ള അഹ്ലുസുന്ന വൽ ജമാഅ അതിൻ്റെ ഇടയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർക്ക് മുഹബ്ബത്താണ്. ആ മുഹബ്ബത്ത് കൊണ്ട് തന്നെ അവർ ഇത്തിബാ ചെയ്യുന്നു. എന്ത് ഇത്തിബാ ചെയ്യുന്നു? എന്താണോ ആ പ്രവാചകൻ 23 വർഷക്കാലം നമ്മളെ പഠിപ്പിച്ചത്, അത് ഒരു സങ്കോചവുമില്ലാതെ, ഒന്നും കളയാതെ, ഒന്നും കൂട്ടാതെ കൃത്യമായി ഫോളോ ചെയ്ത് ജീവിക്കുന്നവനാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. 23 കൊല്ലം സുദീർഘമായ നബവി ജീവിതം. അതിന് മുമ്പുള്ള 40 കൊല്ലം നുബുവത്തില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മക്കക്കാരന്റെ ജീവിതം. അതും നമുക്ക് പാഠമാണ്, അതും നമ്മൾ പഠിക്കേണ്ടതാണ്. അതിൽ നമുക്ക് കുറെ പാഠങ്ങളുണ്ട്. എന്നാൽ നബവി ജീവിതത്തിലെ 23 വർഷക്കാലം അറിയാത്ത
ഒരു മുസ്ലിം ഉണ്ടായിക്കൂടാ. കാരണം വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് പറയുന്നവന്റെ ആദ്യത്തെ ഷർത്ത് മുഹമ്മദ് ആരാണെന്നറിയലാണ്. പ്രത്യേകിച്ചും ആ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലത്തെ നബവി ജീവിതം അറിയലാണ്. 23 കൊല്ലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ മനസ്സിൽ കിരീടം വെക്കാത്ത രാജാവായി സ്ഥാനം പിടിച്ചു. മസ്ഊദ്, അംർ ബിൻ മസ്ഊദ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുറൈശികളുടെ സഫീറാണ്, അംബാസിഡർ. അയാൾ ഖുറൈശികൾക്ക് വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങളിൽ രാജാക്കന്മാരെ ചെന്ന് കാണുന്ന ആളാണ്. അയാൾ പറഞ്ഞു, ഹുദൈബിയ സന്ധിക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനത്തിൽ ചെന്ന് കാണാൻ ഖുറൈശികൾ അയാളെ ഏർപ്പാടാക്കി, ഉർവത്ത് ബിൻ മസ്ഊദ്. അങ്ങനെ അയാൾ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഐ ഖൗം, ഏ ജനങ്ങളെ, ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയുമോ? വല്ലാഹി ഇന്നി ലവഫത്തു, അല്ലാഹുവാണ് സത്യം, ഞാൻ നിങ്ങളുടെ പകരക്കാരനായി റോം ഭരിക്കുന്ന കൈസറിനെ കാണാൻ പോയിട്ടുണ്ട്. വകിസ്റ, പേർഷ്യ ഭരിക്കുന്ന കിസ്രന്റെ അടുത്തും പോയിട്ടുണ്ട്. വന്നജാഷി, ആഫ്രിക്ക ഭരിക്കുന്ന നജാഷി രാജാവിന്റെ അടുത്തും പോയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പോയി. പക്ഷേ മദീനയിൽ മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദിനെ സ്നേഹിക്കുന്ന പോലെ ഈ ഒരു രാജ്യത്തും ഒരു രാജാവിനെയും ആ ആളുകൾ സ്നേഹിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു സ്ഥാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി സഹാബാക്കളുടെ മനസ്സിൽ എന്നല്ല, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ മനസ്സിൽ. അദ്ദേഹം അത് വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു. ഞാൻ അവരെ കണ്ടു. ആ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഉമിനീർ തുള്ളി അല്ലെങ്കിൽ ഒരു കഫത്തിന്റെ തുള്ളി, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് വന്ന് വീഴുന്നത് ഏതെങ്കിലും ഒരു അനുയായിയുടെ കയ്യിലാണ്. അത് അയാളുടെ മുഖത്തും അയാളുടെ ശരീരത്തും തേച്ച് പിടിപ്പിക്കുകയാണ്. കാരണം അത് മുഹമ്മദ് റസൂലുള്ളാഹിയുടേതാണ്, അല്ലാണ്ട് ദ്വീപിൽ വന്ന കുഞ്ഞിക്കോയാന്റെ അല്ല. അതാണ് വ്യത്യാസം. കുഞ്ഞിക്കോയ തങ്ങളത് ഉപ്പർ ബിരിയാണിയിലും ബീഫിലും ഉണ്ടാക്കും. പിന്നെ തുപ്പുന്ന മനുഷ്യന്മാരുണ്ട്, ഇന്നും കേരളത്തിലുണ്ട്. നബിദിനാഘോഷത്തിന് ബിരിയാണി വെക്കുക, പോത്തിനെ അറക്കുക, നെയ്പ്പത്തിലിടുക, എന്നിട്ട് കുഞ്ഞിക്കോയാനെ വിളിക്കുക, കുഞ്ഞിക്കോയ ഫു 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 തുപ്പി. അതിലെന്തോ വർക്കത്തിന് ഇല്ല. ഇത് മുഹമ്മദുർ റസൂലുള്ളാഹിയുടേതാണ്. കുഞ്ഞിക്കോയ എവിടെ? ചാണകത്തിലുള്ള മനുഷ്യൻ. മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലാണ്. ആ പ്രത്യേകതയുണ്ട്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉർവത്ത് ബിൻ മസ്ഊദ് പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വുദൂ ചെയ്യുന്നു. കാദു അൻ യഖ്തതിലു അലാ വദൂഇഹി, അദ്ദേഹം വുദൂ ചെയ്തു ബാക്കി വെച്ച വെള്ളം ഒന്ന് കിട്ടാൻ അവർ യുദ്ധം ചെയ്യാൻ പോലും തയ്യാറാണ്. അത്രത്തോളം അടിപിടി കൂട്ടുന്നു. കാരണം അതിന് ബർക്കത്തുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അത് ആദ്യം ആര് നിറവേറ്റുമെന്നറിയാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അദ്ദേഹം സംസാരിച്ചാൽ ഖഫദു ലഹു, അവർ പത്തി താഴ്ത്തി അടങ്ങി ശ്രദ്ധിച്ച് കേൾക്കലായി. അവരാരും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പിന്നെ രൂക്ഷമായി ഒന്ന് നോക്കുന്ന പോലുമില്ല, അവരുടെ ബഹുമാനത്തിന്റെ കാരണത്തിൽ. ആ തരത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മനസ്സിന് സ്ഥാനം പിടിച്ചു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഓരോ വാക്കും കേൾക്കേണ്ട താമസം അനുസരിക്കുന്നവരായി മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ, അതെ അങ്ങനെയാണ് ഞാനും നിങ്ങളും ആവേണ്ടതും. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. പക്ഷേ ആ 23 കൊല്ലം സഹാബാക്കൾ അതീവ സന്തോഷത്തിലായിരുന്നു. കാരണം കൂടെ ആരുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് എന്നും കാണാം, എന്നും സംസാരിക്കാം. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ വീട്ടിൽ പോവും, ഭാര്യ മക്കളുമായിട്ട് ഇടപെടും, കച്ചവടത്തിന് പോവും, കൃഷിക്ക് പോവും. ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, വേദനകൾ വരും, സങ്കടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. നേരെ മദീനത്തെ പള്ളിയിലേക്ക് വരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖം ഒന്ന് നോക്കും, വലിയ സമാധാനവും, തിരിച്ചു പോകും. കുറച്ചു കാലമായിട്ട് സൗബാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ആകെ മെലിഞ്ഞൊട്ടി അവശനായിട്ടുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, സൗബാൻ എന്ത് പറ്റി? എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നബിയേ, കുറച്ച് ദിവസങ്ങളായി വല്ലാത്തൊരു വിഷമം, സങ്കടം എന്റെ മനസ്സിനെ ബാധിച്ചിരിക്കാൻ. എന്താണ് സൗബാൻ? നമ്മൾ ഇങ്ങനെ ആവശ്യമുള്ള സമയങ്ങൾ കാണാൻ വേണ്ടി വരും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വരും, നിങ്ങളെ കാണും, നിങ്ങളെ സംസാരം കേൾക്കും, ഉപദേശം കേൾക്കും, വലിയ സമാധാനവും. പക്ഷെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്, അങ്ങും മരണപ്പെടും, ഞാനും മരണപ്പെടും, അങ്ങ് സ്വർഗത്തിലായിരിക്കും, ഉറപ്പാണ്, ഉന്നത ദറജയിലായിരിക്കും, വസീലയിലും ഫദീലയിലും ഒക്കെ. ഞാനും സ്വർഗത്തിലായാൽ തന്നെയും താഴെയായിരിക്കും.
അവിടെ വെച്ച് അങ്ങയെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് കാണാൻ പറ്റൂലല്ലോ എന്നൊരു വിഷമം എൻ്റെ ഖൽബിനെ ബാധിച്ചിരിക്കുന്നു നബിയെ. ആ അനുയായിയുടെ അമിതമായ ആ ഒരു ആത്മാർത്ഥതയുടെ മുമ്പിൽ മറുപടിയില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനിയായി പോയി. ഇമാം സൗബാൻ ഒരു ഭാഗത്ത് വെക്കുക, എന്നെയും നിങ്ങളെയും ഒരു ഭാഗത്ത് വെക്കുക, എന്നിട്ട് മാനസികാവസ്ഥ നടന്നു നോക്കുക എത്രത്തോളം ഉണ്ട്. മറുപടിയില്ല. ഈ അയ്യായോട് എന്ത് പറയാനാണ്? ദുനിയാവിന്റെ കഥ എന്നെ പറയുന്നത്. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിട്ടും എന്നെ കാണൂല എന്നുള്ള ചിന്തയിലാണ് ഇദ്ദേഹം മെലിഞ്ഞ് ഒട്ടി അവശനായി പോയത്. എന്ത് പറയും? വന്നു ജിബ്രീൽ. സൗബാന്റെ ആ ഒരു വിഷമത്തിന്റെ മറുപടിയുമായി ആകാശത്തുനിന്ന് വഹയുമായി ജിബ്രീൽ വന്നു. പറഞ്ഞു, യാ റസൂലല്ലാഹ്, സൗബാനെ വിളിച്ചിട്ട് ഓതിക്കൊടുക്ക്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. കരഞ്ഞുകൊണ്ട് പോകുന്ന സൗബാനെ തിരിച്ചു വിളിച്ചു, സൗബാൻ ഇങ്ങോട്ട് വാ, വിഷമിക്കേണ്ടതില്ല. നീ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. മഅൻ നബിയ്യീൻ, അമ്പിയാക്കളുടെ കൂടെ, വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളുടെ കൂടെ, വശുഹദാഇ, ശുഹദാക്കളുടെ കൂടെ, വസ്സാലിഹീൻ, നല്ല ആൾക്കാരുടെ കൂടെ, വഹസുന ഉലൈക റഫീഖ, അവർ സ്വർഗത്തിൽ നിന്റെ നല്ല കൂട്ടുകാരായിരിക്കും. അതായിരുന്നു അവർക്ക് അത്ര ഇഷ്ടമായ റസൂലുള്ളാഹി തങ്ങളോടും നബിയുള്ള മദീനത്തിൽ ജീവിക്കുവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടു പോകാൻ അവർ ആശിച്ചേയില്ല. ബദർ യുദ്ധത്തിൽ മദീനത്തുള്ള ചില അൻസാറുകൾപ്പെട്ട യുവാക്കൾക്ക് അവസരം കിട്ടിയില്ല. അവർ യഥാർത്ഥത്തിൽ അടുത്തൊരു യുദ്ധത്തിന് കാത്തിരിക്കുകയായിരുന്നു. ഉഹദ് യുദ്ധം വന്നു. ഈ യുവാക്കൾ മുഴുവനും പുറപ്പെട്ടു. അവരുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മളെ നോക്കണ്ട, നമ്മളെ പോലെ ഇനിയുമുണ്ട് മദീനത്ത് പല ആളുകളും, നിങ്ങൾ പറഞ്ഞാൽ മതി, അവർ വരാൻ തയ്യാറാണ്. അതായിരുന്നു അവർക്കിഷ്ടം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച ദിവസം 12-ാം തീയതി, അഥവാ ചരിത്രം പരിശോധിച്ചാൽ നാളെ രാവിലെ ദുഹാന്റെ സമയം, താരീഖിന്റെ ഉലമാക്കൾക്ക് ഇഖ്തിലാഫില്ല, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹിന്റെ താരീഖ് എഴുതിയ അഹ്ലു സുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു, ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ, ഒരു സംശയവുമില്ലാതെ ഉറപ്പിക്കപ്പെട്ട സംഗതിയാണ് റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച ദിവസം 12-ാം തീയതി ദുഹാഇന്റെ ചൂട് ശക്തമായ നേരത്താണ് മദീനയാകമാനം കരഞ്ഞ് കറുപ്പായി പോയ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തുണ്ടായത് എന്ന്. നാളെ രാവിലെ ആ ദിവസമാണ് ഇന്ന് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആ റസൂലിന്റെ ഉമ്മത്ത് എന്ന് പറയുന്നവർ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന ദിവസം അതിന്റെ തയ്യാറെടുപ്പിന്റെ പൂർണ്ണതയാണ്. പാട്ടുപാടാൻ, റാലിക്ക്, ജാഥക്ക്, ഡാൻസിന്, സംഗീതത്തിന്, തുള്ളിച്ചാടാൻ, ബിരിയാണി വെക്കാൻ, സന്തോഷിക്കാൻ, ജൂതനെ പിറകിൽ നിന്ന് ചിരിപ്പിക്കാൻ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് എന്ന് പറയുന്നവൻ ഇന്ന് തയ്യാറാവുകയാണ്. മദീനത്ത് സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ജനനം ഇഖ്തിലാഫുള്ള കാര്യമാണ്. എന്താ കാരണം? അന്ന് റസൂലുള്ളാഹിനെ ഒപ്പിയെടുക്കാനുള്ള മനുഷ്യന്മാരില്ല. അന്ന് സഹാബാക്കൾ വന്നിട്ടില്ല. പക്ഷേ നബിയായി, റസൂലായി, സഹാബത്തുണ്ടായി. അവര് ചാൺ ബൈ ചാൺ, ഇഞ്ച് ബൈ ഇഞ്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒപ്പിയെടുത്തവരാണ്. അതുകൊണ്ട് വഫാത്തിന്റെ ദിവസവും സമയവും കൃത്യമായി നമുക്ക് കിട്ടി. വഫാത്തിന്റെ ദിവസം അന്ന് മദീന കരഞ്ഞു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മദീന പ്രകാശിച്ച ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്, മദീനയിൽ ഇരുട്ടുമൂടിയ ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്. മദീന പ്രകാശിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന ആ ദിവസമായിരുന്നു. താരീഖിന്റെ ഉലമാ അർ-റഹീഖുൽ മഖ്തൂമിൽ അദ്ദേഹം എഴുതി, മദീനക്കാർ ദിവസങ്ങളായി കാത്തിരിക്കുന്ന പ്രവാചകന്റെ വരവിനെ. എല്ലാ ദിവസവും മദീനന്റെ കവാടത്തിൽ ചെല്ലും. അവരിങ്ങനെ നോക്കും, ആ ഒട്ടകം വരുന്നുണ്ടോ, കാണൂല, വിഷമത്തോടെ തിരിച്ചു പോകും. പിന്നെയും വരും. ചൂട് നല്ല ശക്തമാകുമ്പം തിരിച്ചവർ പോകും. ഒരു ദിവസം ഒരു ജൂതൻ ഈത്തപ്പഴ മരത്തിന്റെ മുകളിൽ എന്തോ പണിയിലാണ്. വന്ന സഹാബാക്കളൊക്കെ കാണാത്തപ്പോൾ തിരിച്ചുപോയി. പെട്ടെന്ന് അയാൾ വിളിച്ചു പറയുന്നത് കേട്ടു, ഏ മദീനക്കാരെ, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന ആൾ വരുന്നു. മദീനയാകമാനം ഓടിക്കൂടി ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും വയസ്സായി കിടന്നവരും രോഗികളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ. അവർക്ക് ആരാ റസൂലെന്ന് തിരിയുന്നില്ല. കാരണം അവർ പല ആൾക്കാരും കണ്ടിച്ച മുഹാജിരികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അഖബയിൽ പോയ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ.
വേറെ ആർക്കും തിരിയുന്നില്ല, ആർക്കും മനസ്സിലാവുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയുടെ മുകളിൽ വെയിൽ കൊള്ളാതിരിക്കാൻ തൻ്റെ തുണി വിരിച്ചപ്പോഴാ ആൾക്കാർക്ക് മനസ്സിലായത്, ഓ ഈ ഇരിക്കുന്നതാണ് റസൂൽ എന്ന്. അവരോടി വന്നു റസൂലിൻ്റെ കടിഞ്ഞ മുടിച്ച്, യാ റസൂലല്ലാഹ് എൻ്റെ പേർക്കേക്കുക, യാ റസൂലല്ലാഹ് എൻ്റെ പേർക്കേക്കുക. പിന്നെ അടുത്ത ആൾ, യാ റസൂലല്ലാഹ് എൻ്റെ പേർക്കേക്കുക. ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മദീനത്ത് ഏറ്റവും വലിയ പുര എൻ്റെതാ, ഏറ്റവും വലിയ സൗകര്യം എനിക്കാ, എൻ്റെ പേർക്ക് നിന്നോടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊഹാ ദഊഹാ ഫഇന്നഹാ മഅ്മൂറ, എൻ്റെ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കിൻ, അതിന് അള്ളാഹു കൽപ്പന കൊടുത്തിട്ടുണ്ട് എവിടെയാണ് മുട്ടുകുത്തുന്നതെന്ന്. നിങ്ങൾ തിരക്കാക്കണ്ട, ഞാനും പറയുന്നില്ല, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അതിനോട്, അത് മുട്ടുകുത്തിക്കോളൂ. അത് ചെന്നെത്തിയത് അബൂ അയ്യൂബുൽ അൻസാരിൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ്. അനുഗ്രഹീതനായ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞൊരു കഥ കൂടി പറയാം. അബൂ അയ്യൂബുൽ അൻസാരി പറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള മാനസികാവസ്ഥ അതൊന്നും കിതാബിൽ എഴുതാനും പറ്റൂല, ഒരു പ്രവാചകന് പറഞ്ഞു തരാനും പറ്റൂല. റസൂലുള്ളാഹി അവിടെ ഇറങ്ങി വീട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് 2 നിലയുള്ള വീടാ എൻ്റെത്, നിങ്ങൾ താഴെ നിൽക്കണം, നിങ്ങൾ മുകളിൽ കയറണം, ഞാനും എൻ്റെ ഓടും താഴെ നിന്നോളാം. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട അബൂ അയ്യൂബ്, ആൾക്കാർ ഇപ്പം എന്നെ കാണാൻ വരാൻ തുടങ്ങും, ഇഷ്ടംപോലെ ആൾ വരും, അപ്പം മുകളിലാവുമ്പം അവർക്ക് പ്രയാസമാവും, ഞാൻ താഴെ നിൽക്കാം. മനസ്സോടെ ഞാൻ സമ്മതിച്ചു. അന്ന് രാത്രി ഞാനും ഉമ്മു അയ്യൂബും മുകളിൽ ഉറങ്ങിയില്ല. നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, നമുക്കൊരു വിഷമം. താഴെ മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ട്. നമ്മൾ മുകളിൽ നിൽക്കുമ്പം റസൂലുള്ളാഹിനെ ചവിട്ടി നിൽക്കുന്നൊരു ഫീലിംഗ്, ഉറക്കം വരുന്നില്ല. നമ്മൾ ആ മുകളിലത്തെ നിലയുടെ മതിലിൻ്റെ ചുമരിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി തജന്നബിന, ഒരു ഭാഗത്തേക്ക് അങ്ങനെ പറ്റിക്കിടന്ന് എങ്ങനെയല്ലോ നമ്മൾ രാവിലെയാക്കി. പക്ഷെ രാത്രി അതിൻ്റെ ഇടയിൽ ആ സൈഡിലേക്ക് മാറുന്നതിൻ്റെ ഇടയിൽ കാല് കൊണ്ടിട്ട് മുകളിൽ വെള്ളം സൂക്ഷിച്ച പാത്രം പൊട്ടിപ്പോയി, വെള്ളം പരക്കാൻ തുടങ്ങി. എനിക്ക് പേടിയായി, അതെങ്ങാനും ഉറ്റി, മണ്ണിൻ്റെ പോലെയല്ലേ, ഉറ്റി താനോട്ട് റസൂലുള്ളാഹിന്റെ മേത്ത് വീഴുന്നൊരു പ്രയാസമായി. ഞാനും ഉമ്മു അയ്യൂബും അന്ന് പുതക്കാൻ ഒറ്റ പുതപ്പേ കൈമലുള്ളൂ, അതിനെ കൊണ്ട് ആ വെള്ളം ഒപ്പി എങ്ങനെയല്ലോ നേരം വെളുപ്പിച്ചു. രാവിലെ താഴെ പോയിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് എനിക്ക് മുകളിൽ താമസിക്കാൻ പറ്റൂല, ഞാനും ഉമ്മു അയ്യൂബും ഉറങ്ങുന്നില്ല, നമുക്ക് ഉറക്കം വരുന്നില്ല, നിങ്ങൾ താഴെയും നമ്മൾ മുകളിലും, നിങ്ങൾ എന്ത് പറഞ്ഞാലും മുകളിലേക്ക് പോയേ പറ്റൂ. അനുയായിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് താമസം മാറ്റി. അബൂ അയ്യൂബ് പറയാണ്, ഉമ്മു അയ്യൂബ് ഭക്ഷണം ഉണ്ടാക്കി തരും, ഞാനത് കൊണ്ടേ കൊടുക്കും, തിരിച്ചെടുക്കുമ്പം ഞാൻ ആ വിരലുകളുടെ അടയാളം നോക്കും, എന്നിട്ട് അവിടെ വെച്ച് ഞാൻ ഭക്ഷണം കൈകൊണ്ട് തോണ്ടിയിട്ട് തിന്നും, ബർക്കത്തെടുക്കാൻ. ഒരു ദിവസം ഭക്ഷണം കൊണ്ടേ കൊടുത്തു, തിരിച്ചു കിട്ടിയപ്പം കൈ അടയാളം കാണുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമായി, പേടിയായി. ഞാൻ ചെന്നു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങക്ക് എന്തെങ്കിലും ദേഷ്യം വന്നോ, വെറുപ്പ് വന്നോ, നമ്മളോട് ഭക്ഷണം കഴിച്ചില്ലല്ലോ? റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, ദേഷ്യം പിടിച്ചിട്ടല്ല, നിങ്ങളിതിൽ ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട്, അതെനിക്കിഷ്ടമല്ല, നിങ്ങൾ കഴിച്ചോളി. അപ്പം അദ്ദേഹം ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് കഴിക്കുക? അതാണ് സഹാബി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാവണം നമ്മൾ. നമ്മുടെ നബിക്ക് വേണ്ടേ, എന്നാൽ എനിക്കും വേണ്ട, നമ്മുടെ നബിക്ക് ഇഷ്ടമല്ലേ, എന്നാൽ ഞാനില്ല, അങ്ങനെ മാറി നിൽക്കാൻ പറ്റും. റസൂൽ എനിക്ക് വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളി അബൂ അയ്യൂബ്, ഞാൻ നിങ്ങളെപ്പോലത്തെ ആളല്ല. ഉനാജി മല്ല തുനാജു, നിങ്ങൾ സംസാരിക്കാത്ത ആളോട് ഞാൻ സംസാരിക്കാറുണ്ട്. ആരാ? ജിബ്രീൽ. ജിബ്രീലിൽ ദുർഗന്ധം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ തിന്നാത്ത്, നിങ്ങൾ തിന്നോളി. അബൂ അയ്യൂബുൽ അൻസാരി മദീനയിലെ ഏറ്റവും അനുഗ്രഹീതനായ മനുഷ്യൻ. ആ വീട്ടിലാണ് താമസിച്ചത്. പിന്നീട് അങ്ങോട്ട് 23 കൊല്ലക്കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരനായി കിരീടമില്ലാത്ത രാജാവിനെ പോലെ അവിടെ താമസിച്ചു. ഒരു റബീഉൽ അവ്വൽ മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫർ മാസത്തിൽ, റബീഉൽ അവ്വലിന്റെ മുമ്പുള്ള മാസം സഫർ മാസത്തിൽ പനി പിടിച്ചു. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ്, ദുൽഹിജ്ജയിലെ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പം തന്നെ ഏകദേശം സഹാബാക്കളുടെ മനസ്സിലൊരു മൂകതയുണ്ട്. കാരണം ഹജ്ജിന്റെ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുദൂ അന്നി മനാസിഖകും ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഇതാ ഹജ്ജ് നോക്കി പഠിച്ചോളി, അടുത്ത വർഷം ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു എന്ന് വരില്ല. ചില റിവായത്തുകളിൽ അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായി എന്ന് വരൂല. ആ ഹജ്ജിലാണ് അറഫാ ദിവസം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് അവതരിക്കുന്നത്. ഈ ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, മാ യുബ്കീക യാ അബൂബക്കർ,
അബൂബക്കർ എന്തിനാ കരയുന്നത്? സന്തോഷിക്കണ്ടേ? അള്ളാഹു ദീൻ പൂർത്തിയാക്കി തന്നു പറഞ്ഞ ആയത്തിറക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദാ നുഅയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ച് അപ്രവാചകന്റെ ദൗത്യം പൂർത്തിയായാൽ പിന്നീടുള്ളത് പ്രവാചകന്റെ മടക്കമാണ്. ദീൻ അള്ളാഹു പൂർത്തിയാക്കിയെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തിയായി എന്ന അർത്ഥം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സൂചനയാണ്. ആ ഹജ്ജിന്റെ വേളയിൽ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന സമയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ വിഷമത്തോടെയാണ് കാണപ്പെട്ടത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഖുദൂ അന്നി മനാസിക്കക്കും. ആ അഖബയിൽ എറിയുന്നതിനിടയിലാണ് സൂറത്തുൻ നസ്ർ അവതരിച്ചത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അള്ളാഹിന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ ഉള്ളും പുറവും കൃത്യമായി നോട്ട് ചെയ്ത് പഠിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയും കരഞ്ഞു. അനുയായികൾ ചോദിച്ചു, യാ അബൂബക്കർ, നിങ്ങൾ ഇവിടെയും കരയാണോ? നിങ്ങൾ എന്തിനായി കരയുന്നു? അള്ളാഹു വിജയം തന്നു, അള്ളാഹു സഹായം തന്നു എന്നല്ല ഈ പറയുന്നത്, കരയുന്നെന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്നു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യത്തിന്റെ ആവശ്യമില്ല, പൂർത്തിയാകും. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ അടയാളമാണത്. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ. അത് കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി. ദുൽഹിജ്ജ കഴിഞ്ഞു, ദുൽഖഅദ ഒരു മാസം അങ്ങനെ പോയി. ദുൽഹിജ്ജ പിന്നെ മുഹറമായി, പിന്നെ സഫറായി. 3 മാസത്തിന് ശേഷം സഫറിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് പനി വരാൻ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ഏകദേശം വഫാത്താകുന്നതിന്റെ 9 ദിവസം മുമ്പാണ് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ചു എന്ന് പ്രബലമായ അഭിപ്രായത്തോടെ പറയപ്പെട്ട ആയത്ത് അവതരിക്കുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. അതാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം ഖുർആനിന്റെ അവസാനത്തെ ആയത്ത്. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസം നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. പിന്നെ ثم توفى كل نفس ما كسبت, ഓരോരുത്തർക്കും അവരവർ സമ്പാദിച്ചതിന്റെ ഫലം കൃത്യമായി നൽകപ്പെടും, ആരും ആക്രമിക്കപ്പെടുകയില്ല. ഇതാണ് അവസാനം ഇറങ്ങിയ ആയത്ത്. ആ മാസം തന്നെ ബദഅൽ വജ്ഉ യദ്ഹറു അല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി പിടിച്ച് ശരീരമാസകലം വല്ലാത്തൊരു വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം ഏകദേശം വഫാത്താവുന്നതിന്റെ 9-8 ദിവസം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു, അസൂറു ശുഹദാ ഉഹുദ്, എനിക്ക് ഉഹുദിൽ ഷഹീദായവരെ ഒന്ന് സന്ദർശിക്കണം. കാരണം അത്ര ഇഷ്ടമായിരുന്നു. കാരണം ഉഹുദിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? പൃഥിവ്യൻ ഹംസയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ഇത്രത്തോളം കരയിപ്പിച്ച മറ്റൊരു കൊലപാതകം ഇസ്ലാമിൽ നടന്നിട്ടില്ല, മറ്റൊരു ഷഹീദ് വേറെ ഇല്ല. എനിക്ക് ഉഹുദ് ഒന്ന് സന്ദർശിക്കണം. റസൂലുള്ളാഹി ഉഹുദിലേക്ക് പോയി. അവിടെ ഖബറിന്റെ അടുത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ശുഹദാ ഉഹുദ്, അൻതുമുസ് സാബിഖൂൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ വ ഇന്നി ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖ്. സലാം പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. വ ഇന്നി, ഞാനും ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, നിങ്ങളുമായി വന്ന് കൂടി ചേരുക തന്നെ ചെയ്യും. സിയാറത്ത് കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ ഇടയിൽ ഉഹദ് മദീനത്ത് പോയവർ കണ്ടിട്ടുണ്ടാവും. ഉഹദിന്ന് തൻ്റെ വീട്ടിൽ മസ്ജിദ് നബവിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ ആ യാത്രക്കിടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്? ഖാൽ, അന്നേരം പറഞ്ഞു, ഇഷ്തഖ്തു ഇലാ ഇഖ്വാനി, എൻ്റെ ഇഖ്വാനികളെ, എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ കൊതിച്ചുപോയി. എനിക്ക് അവരോട് വല്ലാത്തൊരു ആഗ്രഹം വന്നു. ഖാലു, ഇത് കേട്ടപ്പോൾ കൂടെയുള്ള സഹാബാക്കൾ ചോദിച്ചു, അവലസ്ന ഇഖ്വാനുക യാ റസൂലല്ലാഹ്, റസൂലേ നമ്മളല്ലേ നിങ്ങളുടെ ഇഖ്വാനികൾ, സഹോദരങ്ങൾ? ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞില്ല, നിങ്ങളല്ല. അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബാക്കളാണ്, അനുയായികളാണ്. അമ്മ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ഫഖൗമുൻ യഅ്തൂന മിൻ ബഅദി, എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു കൂട്ടക്കാരാണ്. യുഅ്മിനൂന ബി വലം യറൗനി, അവരെന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്നെ ഉറച്ച് വിശ്വസിക്കുന്നവരായിരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അവരെ കാണാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ദിവസം വരും, അന്ന് കാണണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. മഹ്ശറിൽ ഹൗദിൻ്റെ അടുത്ത് നിന്ന് കാണണം, ഷഫാഇൻ്റെ സമയത്ത് കാണണം, അതിനുശേഷം ജന്നത്തുൽ ഫിർദൗസിലും ആ ഹബീബിൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം റസൂൽ നമ്മളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. കാണാതെ വിശ്വസിക്കുന്നവർ ഈമാൻ്റെ പവറാണ്. സഹാബാക്കളുടെ മുമ്പിൽ റസൂലുള്ള ശരീരത്തോടെ ഉണ്ട്, കാണുന്നു, തൊടുന്നു, മണക്കുന്നു, അനുഭവിക്കുന്നു. പക്ഷെ നമ്മളങ്ങനെയല്ല, ഇതുവരെ കണ്ടില്ല, ഹബീബിൻ്റെ ശരീരം മണത്തില്ല, നമുക്കൊരു ഇഹ്സാസ് ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖാണെന്ന കാര്യത്തിൽ. നമ്മളെ കാണാൻ റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. വീട്ടിലേക്ക് മടങ്ങി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. സഹാബാക്കളെ ദയനീയമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ദിവസങ്ങളിൽ നോക്കുമായിരുന്നു. പല സഹാബാക്കളും പറഞ്ഞു, ചില സമയത്ത് അള്ളാഹു റസൂലിൻ്റെ കണ്ണുകൾ നിറയും. കാരണം 23 കൊല്ലമായി പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ആ പഠിപ്പിച്ചത് കൃത്യമായി പാലിക്കുന്ന കാഴ്ച മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നു അള്ളാഹു റസൂലിൻ്റെ. ഏകദേശം ഒരു 3 ദിവസം മുമ്പ്, ഖബ്ലൽ വഫാത്തി ബിസലാസത്തി അയ്യാം, വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ്, 12-ന് വഫാത്തായി. 12, 11, 10, 9-ൻ്റെ അന്ന്, റബീഉൽ അവ്വൽ 9-ൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദന അതിശക്തമായി. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ നോക്കുമ്പം പുതച്ചിരിക്കുന്ന കരിമ്പിടത്തിൻ്റെ പുറത്തു വരെ ചൂട് എനിക്ക് അനുഭവപ്പെടുന്നു, ആ ഒരു പനിയുടെ. അപ്പം ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് വല്ലാണ്ട് വേദനിക്കുന്നുണ്ടല്ലേ? അപ്പോൾ പറഞ്ഞു, നഅം ഇന്നി, തീർച്ചയായും ഞാൻ നിങ്ങളിൽ 2 പേർ വേദനിക്കുന്ന പോലെ ഞാൻ വേദനിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ഇബ്നു മസ്ഊദ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങനെ ആവുമ്പം അങ്ങേക്ക് ഇരട്ടി പ്രതിഫലവും കിട്ടുന്നുണ്ടാവുമല്ലോ? അങ്ങനെ സഹാബാക്കൾ ചിന്തിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, അതെ, എനിക്ക് ഇരട്ടി കൂലിയും ആ വിഷയത്തിൽ കിട്ടുന്നു. അന്ന് റബീഉൽ അവ്വൽ 9-ൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത് മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ്. വേദന ശക്തമായി എന്ന് കണ്ടപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂനാന്റെ വീട്ടിലേക്ക് എല്ലാ ഭാര്യമാരെയും ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. ഇജ്മഉ സൗജാതി, എൻ്റെ ഭാര്യമാരെല്ലാം വിളിച്ചിട്ടാന്ന് പറഞ്ഞു. എല്ലാവരും മൈമൂനാന്റെ വീട്ടിൽ വന്നു. ആകാംക്ഷയിലാണ് ഭാര്യമാരൊക്കെ. എന്തിനാ വിളിച്ചതെന്ന് അറിയില്ല, എന്ത് പറയാൻ വേണ്ടിയെന്നറിയില്ല. വന്നു കഴിഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതഅസനൂന ലി അൻ അംറദ ഫീ ബൈതി ആയിഷ, എനിക്ക് എൻ്റെ ആയിഷാൻ്റെ വീട്ടിൽ രോഗിയായി കിടക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? കാരണം ആയിഷാനോട് അത്ര സ്നേഹമായിരുന്നു, ആയിഷ ബീവിയോട് അത്ര ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു ദുആയിൽ അല്ലാഹുവോട്, അല്ലാഹുവേ, എൻ്റെ ഭാര്യമാർക്കിടയിൽ ഞാൻ നീതി കാണിക്കുന്നുണ്ട്, പക്ഷേ ആയിഷയോടുള്ള മുഹബ്ബത്തിൻ്റെ കാര്യത്തിൽ ഒഴികെ. ഉടനെ ഒരു സഹാബി പറഞ്ഞു, ഞാൻ ചോദിച്ചു റസൂലിനോട്, യാ റസൂലല്ലാഹ്, അങ്ങക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ഞാൻ എൻ്റെ പേര് പറയുന്നു വിചാരിച്ചാൽ ചോദിച്ചത്. റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത് ആയിഷയോടാണ്. ഖുൽതു സുമ്മമൻ, ഞാൻ ചോദിച്ചു പിന്നാരോടാ? ഖാല അബൂഹ, ആയിഷാൻ്റെ ഉപ്പാനോടാണ്, അബൂബക്കർ. ഖുൽതു സുമ്മമൻ, നബിയെ പിന്നാരോടാ? ഉമർ. അവരൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരെ നോക്കി. കാരണം റസൂലുള്ളാഹിൻ്റെ മുഹബ്ബത്ത് അള്ളാഹിൻ്റെ മുഹബ്ബത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. നാളെ ആഖിറത്തിലും അവർ ആ പ്രവാചകൻ്റെ കൂടെയാണ്, ഒരു സംശയവുമില്ല. ഉസ്മാൻ്റെ പേര് പറഞ്ഞു, അലിൻ്റെ പേരും പറഞ്ഞു. ആ സഹാബി പറയാൻ, പിന്നെ ഞാൻ ചോദിച്ചില്ല, കാരണം എൻ്റെ പേര് പറയാത്തപ്പം എനിക്കൊരു സങ്കടം, അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല. ചോദിച്ചിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി വേറെ ആരെങ്കിലും പേര് പറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും അന്വേഷിച്ചില്ല. എല്ലാ ഭാര്യമാരും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ആയിക്കോട്ടെ, ആയിഷാൻ്റെ വീട്ടിലേക്ക് പോയിക്കോടി. അന്ന് മുതൽ റബീഉൽ അവ്വൽ 9 തൊട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് കിടപ്പ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു പോവാൻ, പക്ഷെ എണീക്കാൻ കഴിയുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബും ഫദ്ൽ ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും താങ്ങിപ്പിടിച്ച് ആയിഷാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി, ജമാഅത്ത് നിസ്കരിക്കാനുള്ള ആവേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുന്നുണ്ട്. സഹാബാക്കൾ പറഞ്ഞു, ഇടക്കിടക്ക് ബോധം പോകുന്നുണ്ട്. പക്ഷെ ബോധക്കേട് പോയി ഉടനെ ചോദിക്കും, ഹൽ സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ ബീവി പറയും, ലാ ഹും യന്തദിറൂനക. കാരണം സഹാബാക്കൾക്ക് അവരുടെ ഇമാം ഇല്ലാണ്ട് നിസ്കരിക്കാൻ കഴിയില്ല. അവരുടെ നേതാവിനെ മുമ്പിൽ കാണാണ്ട്
അവർക്ക് നിസ്കാരത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. ഹും യന്തദിറൂനക്, അങ്ങയെ കാത്തിരിക്കാണ് നബിയെ. റസൂലുള്ളാഹി പറയും എഴുന്നേൽപ്പിക്കൽ. 2 കൈകുത്തി എണീക്കാൻ വേണ്ടി പോവും, പിന്നെയും ബോധം കെട്ടി വീഴും. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും, അപ്പോഴും ചോദിക്കും അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ പറഞ്ഞു തന്നെ പറയും ലാ ഹും യന്തദിറൂനക്, ഇല്ല നബിയെ അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കാൻ. 3-4 പ്രാവശ്യം ആവർത്തിച്ചു. കഴിയില്ലാന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുറൂ അബാ ബക്രിൻ യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ഇമാമിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ, എനിക്ക് എന്തായാലും പറ്റും തോന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല. ആയിഷ പറഞ്ഞു റസൂലുള്ളാഹി എൻ്റെ ഉപ്പാക്ക് കഴിയില്ല, എൻ്റെ ഉപ്പാൻ്റെ മനസ്സ് ലോല മനസ്സാണ്, ഓതി തുടങ്ങുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും, ആൾക്കാർ നിസ്കാരം വസ്വാസായി പോകും. ഉമറിനോട് പറഞ്ഞോളി, ഉമർ കുറച്ച് കടുപ്പുള്ള ആളാണ്. റസൂലുള്ളാഹി പറഞ്ഞു രണ്ടാമതും മുർ അബാ ബക്രിൻ, അബൂബക്കറിനോട് പറ. ആയിഷ ബീവി ഇതേ മറുപടി. പിന്നെയും പറഞ്ഞു റസൂലുള്ളാഹി അബൂബക്കറിനോട് പറ. ആയിഷ ബീവി മൂന്നാമതും ഈ മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ശബ്ദം കുറച്ച് കട്ടിയായി, അബൂബക്കറിനോട് നിൽക്കാൻ പറ. കുറച്ച് കട്ടി കേട്ടപ്പം ആയിഷ ബീവി പിന്നെ ഒന്നും മുണ്ടിയില്ല. നിങ്ങൾ യൂസുഫിൻ്റെ പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങളാണ്, നിങ്ങൾ പറഞ്ഞനുസരിച്ച്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നു. സഹാബാക്കൾക്ക് സംശയമായി. കാരണം എല്ലാ നിസ്കാരത്തിനും മുമ്പിലുള്ള റസൂലുള്ളാഹിനെ അവർ കാണുന്നില്ല, പകരം അബൂബക്കറിനെ കാണുന്നു. വീട്ടിലാണെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഉണ്ട് താനും. പള്ളിയിൽ ആളുകൾ തിങ്ങിക്കൂടാൻ തുടങ്ങി. ആളുകൾ പള്ളിയിലും വരാന്തയിലും പരിസരങ്ങളിലും തളിച്ചു. വല്ലാണ്ട് ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുന്നു, റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഒരു ദിവസം അനസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇമാമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം വീട്ടിൻ്റെ വിരി കർട്ടനൊന്ന് മാറ്റി സഹാബാക്കൾ അല്ലാഹുവിൻ്റെ റസൂലൊന്ന് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം പിന്നീട് സഹാബാക്കൾ പറഞ്ഞു, ആ സഹാബാക്കളുടെ സഫ് കെട്ടി നിൽക്കുന്ന ആ നൃത്തത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു പോയത്. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സഫ് കൃത്യമായി കാലുകൾ അടുപ്പിച്ച് വിടവുകളില്ലാതെ നിൽക്കണം. അതനുസരിച്ച കാഴ്ച കണ്ടിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ആ അവസാന സമയം ചിരിച്ചു പോയത്. എല്ലാ നിസ്കാരം കഴിയുമ്പം ആൾക്കാർ ആയിഷ ബീവിൻ്റെ വീട്ടിൻ്റെ മുമ്പിലേക്ക് വരും. ചോദിക്കും എങ്ങനെയുണ്ട് റസൂലിന്, മാ ഫഅല റസൂലുള്ളാഹ്. ആരും ജോലിക്ക് പോകുന്നില്ല, ആരും പിന്നെ പുറത്തേക്ക് പോകുന്നില്ല, പള്ളി നിറഞ്ഞിട്ടുണ്ട് ഈ 3 ദിവസവും. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ദിവസം റസൂലുള്ളാഹി പുറത്തേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിനെ കണ്ടപ്പം ബേക്കോട്ട് വന്നു. റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു, അവിടെ നിൽക്കാൻ പറഞ്ഞു. റസൂൽ ഇമാമായി നിന്നു, അതിൻ്റെ ബാക്കിൽ അബൂബക്കർ നിന്നു, അതിൻ്റെ ബാക്കിൽ നമ്മൾ നിന്നു. അങ്ങനെ ആദ്യം നിസ്കരിച്ചു. പിന്നൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് തീരെ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. സഹാബാക്കൾക്കാണെങ്കിൽ കാണാതെ നിൽക്കാനും പറ്റുന്നില്ല. ഭയങ്കര ചർച്ചയായി പുറത്ത്. റസൂലുള്ളാഹിനെ കാണുന്നില്ല, റസൂൽ വരുന്നില്ലല്ലോ. ഒച്ചപ്പാടും ബഹളവും അധികരിച്ചപ്പോൾ റസൂലുള്ളാഹി അതിൻ്റെ ഉള്ളിൽ ചോദിച്ചു, മാ ഹാദാ, എന്താണ് പുറത്ത് ഈ ശബ്ദം കേൾക്കുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് യഖാഫൂന അലൈക്, അങ്ങയുടെ വിഷയത്തിൽ അവർക്കെന്തോ ഒരു ഭയം വന്നിട്ടുണ്ട്, ഇനി അങ്ങ് പുറത്തേക്ക് പോകൂല എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇഹ്മിലൂനി ഇലൈഹിം, എന്നെ കൂട്ടി പുറത്തേക്ക് പോ, എന്നൊന്ന് താങ്ങി പിടിച്ചിട്ട് പുറത്തേക്ക് പോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് വന്നു, മിമ്പറിൽ ഇരുത്തി. തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് കഅന്നകും തഖാഫൂന അലൈ, എൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഭയം എന്ന പോലെ ഉണ്ടല്ലോ. ഖാലൂ നഅം യാ റസൂലല്ലാഹ്, അതേ റസൂലെ നമുക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹന്നാസ് മൗഇദുകും മഈ ലൈസ ദുനിയാ, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി വഅദ ചെയ്യപ്പെട്ടിരിക്കുന്നത് ദുനിയാവിലല്ല. മഈ ഇൻദൽ ഹൗദ്, മൗഇദുകും മഈ ഇൻദൽ ഹൗദി, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നത് ഇൻഷാ അല്ലാഹ് ഹൗദുൽ കൗസറിന്റെ അടുത്തായിരിക്കും. വല്ലാഹി ലകഅന്നി അൻദുറു ഇലൈഹി മിൻ മഖാമി ഹാദാ, ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ആ ഹൗദ് കാണുന്നുണ്ട്. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. അവസാനം മിമ്പറിന്റെ മുകളിൽ കയറി പറഞ്ഞ വാക്കാണ്, മൽ ഫഖറു അഖ്ശാ അലൈക്കും, ഞാൻ നിങ്ങളെ വിഷയത്തിൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, വലാകിന്നി അഖ്ശാ അലൈക്കും അദ്ദുനിയാ, ദുനിയാവിനെയാണ് ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ പേടിക്കുന്നത്. അതിൽ നിങ്ങൾ മത്സരിക്കും, അവസാനം നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ച പോലെ ആ മത്സരം നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. ഇത്രയും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. ആയിഷ ബീവിൻ്റെ വീട്ടിൽ കിടക്കുക, ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചുണ്ടിനോട് ചെവി ചേർത്തു. അന്നേരം ആ ശബ്ദം കേട്ടു. തങ്ങൾ പറയാണ്, യുഹന്നാസ് അല്ലാഹ അല്ലാഹ ഫിസ്സലാഹ് വമാ മലകത് ഐമാനുക്കും,
ജനങ്ങളെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷിക്കണേ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷിക്കണേ. അവസാന സമയം ശബ്ദം പുറത്തു വരാൻ പറ്റാത്ത അവശതയിൽ വരെ പറഞ്ഞൊരു വാക്കാണ് നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ശ്രദ്ധിക്കണേ. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളെയും, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ജോലിക്കാർ, നിങ്ങളുടെ കീഴിലുള്ളവർ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി വീട്ടിൽ നിന്ന് പറഞ്ഞുകൊടുക്കുക. കുറച്ചൊന്ന് ഉഷാറ് കിട്ടി. അപ്പോൾ പറഞ്ഞു, എന്നൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകും. 2 സഹാബാക്കൾ ചുമന്ന് പള്ളിയിലെ മിമ്പർമ കൊണ്ടേ നിരുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിഞ്ഞു, മിമ്പർമ ഇരുന്നിട്ട് കുനിഞ്ഞു. ഈ പെരടിയുടെ രോമങ്ങൾ സഹാബാക്കൾ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും പകരം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോളൂ. ഞാൻ നിങ്ങളോടൊക്കെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, പകരം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്നോട് അതിൻ്റെ പ്രതിവിധി ചോദിച്ചോളി, ഞാൻ തയ്യാറാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തുമായിട്ടുള്ള ഹക്കിടപാടുകളിൽ നിന്ന് മോചിതനായിട്ട് പോവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത്. സഹാബാക്കൾക്ക് എന്തുണ്ടാവും റസൂലുള്ളാഹിനോട് പറയാം, സഹാബത്തിന് എന്തുണ്ടാവും? പക്ഷെ ഒരു സഹാബി പറഞ്ഞു, എനിക്കുണ്ട് നബിയെ, എനിക്കുണ്ട്. ഉമർ ഫാറൂഖ് വാളൂരി, അയാളെ കൊല്ലാൻ മുനാഫിഖ് എന്ന് വിളിച്ചു ഉമർ റളിയല്ലാഹു അൻഹു സഹാബിയെ. അലി എണീച്ചു. അലി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു, അങ്ങ് വിടണ്ട, ഞാൻ ഏറ്റെടുത്തു. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, ദഅൂ, ഇല്ലില്ല, ഓനെ വിട്, ഓൻ്റെ വിഷയം എന്താന്ന് പറയട്ടെ. ആ സമയത്താണ് ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസരം മുതലെടുത്ത് ചുംബിച്ചത് സവാദ് ബദർ യുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ചുംബിച്ചതുപോലെ. കാരണം അല്ലാഹു റസൂലുമായിട്ട് അവസാനത്തെ കണ്ടുമുട്ടലാണ്. അത് അവർക്കറിയാം. ആ ചാൻസ് മുതലാക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സഹാബി ചുംബിച്ചു. കുനിഞ്ഞു നിന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ആഖിറത്തിലേക്ക് ആശയം, ആഖിറത്തിലേക്ക് നിങ്ങളുമായിട്ടുള്ള ഹക്കുകൾ ബാക്കി വെച്ച് പോവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ഉമ്മത്തിനുള്ള വലിയൊരു പാഠം കൂടിയാണ്. മരിക്കുന്നതിന് മുമ്പ് ഹക്കിടപാടുകൾ പൂർത്തിയാക്കണം. അള്ളാഹുവിൻ്റെ റസൂല് വരെ ഹക്കിടപാടുകൾ പൂർത്തിയാക്കിയിട്ടാണ് യാത്രയായത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നൊരു ദിവസം സഹാബാക്കൾ ആകാംക്ഷയിൽ കാത്തിരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് നിസ്കാരം തുടങ്ങി, ഇമാമായി നിന്നു. പെട്ടെന്ന് സഹാബാക്കൾ നോക്കുമ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ കർട്ടൻ മാറുന്ന സഹാബാക്കൾ ശ്രദ്ധിച്ചു. കർട്ടൻ മാറി. അവർ അവരുടെ നിസ്കാര ഫിത്നയായി പോകുമോ എന്ന് പേടിച്ചു. കാരണം അവർക്ക് റസൂലുള്ളാഹി തങ്ങൾ കർട്ടൻ മാറിയ ശ്രദ്ധയിൽപ്പെട്ടു. നോക്കാൻ വേണ്ടി പല സഹാബാക്കളും നോക്കി. പലരും ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന പ്രവാചകന്റെ മുഖം കാണുകയുണ്ടായി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇഖ്റഉ മിന്നിസ്സലാം കുല്ലു മൻ തബിഅനി മിൻ ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. സഹാബാക്കളെ, ഖിയാമത്ത് നാൾ വരെ എന്നെ പിൻപറ്റുന്ന എൻ്റെ ഉമ്മത്തിന് എൻ്റെ സലാം നിങ്ങൾ അറിയിക്കണം. സ്നേഹിച്ചിരുന്നു, നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നു, അവസാന സമയത്തും നമ്മളെ ഓർത്തിരുന്നു. പക്ഷെ നമ്മൾ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ, മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ അനുജൻ അബ്ദുറഹ്മാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചത്ത് തലയും വെച്ചിട്ട് കിടക്കുക, എണീക്കാൻ കഴിയില്ല, തീരെ അവശനാണ്, നല്ല ശക്തമായ രോഗമുണ്ട്. ആ സമയം അബ്ദുറഹ്മാൻ്റെ കയ്യിലേക്ക് എൻ്റെ പ്രവാചകൻ നോക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചു. നോക്കുമ്പം അറാഖിലേക്കാണ് നോക്കുന്നത്. അബ്ദുറഹ്മാൻ്റെ കയ്യിൽ മിസ്വാക്ക് ചെയ്യുന്ന അറാഖുണ്ട്. എനിക്ക് സംഭവം മനസ്സിലായി. അതാണ് ഭാര്യ, അതാണ് ഭാര്യ, അതാണ് ആയിഷ. ഭർത്താവിൻ്റെ നോട്ടവും ഭർത്താവിൻ്റെ ചലനവും നോക്കി മനസ്സിൻ്റെ ഉള്ളിൽ എന്താ ആശ എന്ന് മനസ്സിലാക്കും. ആയിഷ ബീവിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മിസ്വാക്ക് ചെയ്യണോ? നഅം എന്ന് പറയാൻ കഴിയുന്നില്ല, അവശനാണ്. തല കൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ ആ മിസ്വാക്ക് എടുത്തു. നോക്കുമ്പോൾ നല്ല കട്ടിയുണ്ട്. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽയനുലക്, ഞാനത് കടിച്ചിട്ട് പദം വരുത്തി തരട്ടെ? തങ്ങൾ ആംഗ്യം കാണിച്ചു. ഞാനത് കടിച്ചു, പദം വരുത്തി മിസ്വാക്ക് ചെയ്തു കൊടുത്തു. കാരണം യാത്രക്കുള്ള ഒരുക്കമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് അല്ലാഹു ചെയ്ത ഫضൽ എന്താണെന്നറിയോ? എനിക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ നിഅമ ഫകാന മിൻ ഫضലില്ലാഹി അലൈ. 2 കാര്യം. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ്റെ ഉമിനീര് ഏറ്റവും അവസാനം ചേർന്നത് എൻ്റെ ഉമിനീരുമായിട്ടാണ്.
അതിന് ശേഷം പിന്നെ റസൂലുള്ള വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ കടിച്ച എൻ്റെ ഉമിനീരും അവസാനം റസൂലുള്ളാഹിൻ്റെ വായിൽ ഞാൻ വെച്ചു കൊടുത്തു. അതെനിക്ക് അള്ളാഹു തന്ന നിഅമത്താണ്. രണ്ട്, എൻ്റെ നെഞ്ചിൽ തലയും വെച്ചുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. പല്ലി തേച്ചു കൊടുത്തു. പല്ലി തേച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം തയ്യാറായി. ആള് വിട്ട് ആയിഷയോട് പറഞ്ഞു, ആയിഷ എൻ്റെ മോള് ഫാത്തിമാനൊന്ന് വിളിക്കാൻ പറ. കാരണം ഫാത്തിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ നിന്ന് 3 ആൾക്കാർ തമ്മിൽ തർക്കം. കുറച്ചും കൂടി ക്ഷമിക്കണേ, 7 മണിക്ക് നിർത്തി ഇൻഷാ അല്ലാഹ്. പള്ളിന് മുമ്പ് തർക്കം. ജഅഫർ, അലി, സെയ്ദ് റളിയല്ലാഹു അൻഹു എല്ലാം ബന്ധുക്കളും. സെയ്ദ് അടുത്ത ആളുമാണ്. തർക്കം എന്താ അറിയോ? ജഅഫർ പറയുന്നു റസൂലുള്ളാഹിക്ക് എന്നെയാ ഇഷ്ടം. അലി പറയുന്നു അല്ല എന്നെയാ ഇഷ്ടം, മോളെ എനിക്കാ കെട്ടിച്ചെന്ന്. സെയ്ദ് പറയുന്നു അല്ല എന്നെയാ ഇഷ്ടം. ഒരു തർക്കായി, ബഹളമായി. വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി ശബ്ദം കേട്ടു. ഉസാമ ബിൻ സെയ്ദ് വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, ഉസാമ പോയി നോക്കി, എന്താ ചർച്ച? വരുമ്പോൾ ഉസാമ കാണുന്ന ഈ 3 ആൾക്കാരെയാ. അത് വിവരം പറഞ്ഞു. നബി അവർ അങ്ങനെ കാണാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. ഇതല്ലഹും, വരാൻ പറ. 3 ആളും വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ പ്രശ്നം? ജഅഫർ പറഞ്ഞു, യാ റസൂലല്ലാഹ് അങ്ങക്ക് എന്നല്ലേ ഇഷ്ടം? റസൂലുള്ളാഹി പറഞ്ഞു, ജഅഫർ ദുനിയാവിൽ സ്വഭാവത്തിനും രൂപത്തിനും ഞാനുമായി ഏറ്റവും സാദൃശ്യമുള്ളത് നീയാണ്. അതേപോലെ എൻ്റെ കുടുംബ പരമ്പരയുടെ ഷജറയാണ് താങ്കൾ, ജാഫറിൻ്റെ കുടുംബം. അപ്പൊ അലി ചോദിച്ചു, എന്നാൽ പിന്നെ എന്നോടായിരിക്കുമല്ലേ നബിയെ? കാരണം പുതിയാപ്പളയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അലി നീ എൻ്റെ മോളെ ഭർത്താവാണ്. അബുൽ വലദ്, ഹസന്റെയും ഹുസന്റെയും എൻ്റെ മക്കളുടെ ഉപ്പയാണ്. എൻ്റെ മോളെ ഭർത്താവാണ്, എൻ്റെ കുടുംബമാണ്. അനമിൻക, ഞാൻ നിന്നിൽപ്പെട്ടവനാണ്, നീ എന്നിൽപ്പെട്ടവനാണ്. രണ്ടാളെയും ആദരിച്ചു. സെയ്ദ് ചോദിച്ചു, യാ റസൂൽ അപ്പം ഞാനായിരിക്കുമല്ലേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ സെയ്ദ് നീയാണ് എനിക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന് മുഹബ്ബത്തും കൊടുത്തു. ബാക്കി 2 അക്കർ. വേറൊരു റിവായത്തിൽ കാണാം, ഈ 3 പേരും വന്നിട്ട് 3 ആളും ഒരുമിച്ച് ചോദിച്ചു, യാ റസൂലല്ലാഹ് എന്നോടല്ല നിങ്ങൾക്ക് ഇഷ്ടം? റസൂലുള്ളാഹി പറഞ്ഞു, അല്ല എൻ്റെ മോള് ഫാത്തിമാനോട്. അത്ര ഇഷ്ടമായിരുന്നു. ലാസ്റ്റ് സമയം ഫാത്തിമാനെ വിളിച്ചു. മോള് വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഉദ്നു മിന്നി യാ ഫാത്തിമ, ഫാത്തിമ കുറച്ചുകൂടെ എൻ്റെ അടുത്ത് വാ. മോൾ അടുത്ത് വന്നു. ചെവി അള്ളാന്റെ ഹബീബിന്റെ ബാപ്പാന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു. എന്തോ പറഞ്ഞു. ഫബക്കത്ത്, അപ്പൊ മോള് കരഞ്ഞു. ഫലമ്മ ബക്കത്ത്, മോള് കരയുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് താങ്ങാൻ പറ്റിയില്ല, സഹിക്കാൻ പറ്റിയില്ല. നബി പറഞ്ഞു, ഫാത്തിമ ഉദ്നു മിന്നി, അടുത്തു വാ മോളെ. അടുത്തു വന്നു. ചെവി ചുണ്ടിന് വെച്ചു കൊടുത്തു. എന്തോ പറഞ്ഞു. അപ്പൊ ഫാത്തിമ ചിരിച്ചു. ആയിഷ ബീവി പറയാണ്, ആയിഷന്റെ വീട്ടിൽ നിന്ന സംഭവം ഞാനിത് കണ്ടു. കുറെ കാലത്തിന് ശേഷം, വഫാത്തിന് ശേഷം ഞാൻ ചോദിച്ചു, മോളെ നീ എന്തിനാ അന്ന് ബാപ്പ മരിക്കുന്ന സമയം ആദ്യം കരഞ്ഞല്ലോ, പിന്നെ ചിരിച്ചു, എന്തായിരുന്നു? അപ്പൊ പറഞ്ഞു, ആയിഷ ബീവി ഫാത്തിമനേക്കാളും പ്രായം കുറവാണ്. അപ്പൊ പറഞ്ഞു, ആദ്യം എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞത്, മോളെ മലക്കുൽ മൗത്ത് വന്നിട്ടുണ്ട്. ഹാദാ ഹാദിമുൽ ലദ്ദാത്ത് മുയത്തിമുൽ അബ്നാഇ വൽ ബനാത്ത് ഖാബിദുൽ അർവാഹി മലക്കുൽ മൗത്ത്. ജിബ്രീൽ വന്നു, ബാപ്പാനടുത്ത് വന്നു. മലക്കുൽ മൗത്ത് വാതിൽക്കലുണ്ട് മോളെ. ബാപ്പയോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഖുയ്യിർത്ത്, വേണമെങ്കിൽ ഇനിയും ജീവിക്കാം, ഇല്ലെങ്കിൽ അള്ളാഹിനടുത്തേക്ക് തിരിച്ചു പോകാം. നിന്റെ ബാപ്പ പോകാൻ തീരുമാനിച്ചു മോളെ. ഇത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ കരഞ്ഞത്. കരച്ചിലുണ്ട്. റസൂലുള്ളാഹിക്ക് സഹിച്ചില്ല. രണ്ടാമത് വിളിച്ചു. ആയിഷ ചോദിച്ചു, പിന്നെ നീ ചിരിച്ചെന്തിനാ? അപ്പൊ പറഞ്ഞു, എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞു, എൻ്റെ ബാപ്പാൻ്റെ കുടുംബത്തിൽ ബാപ്പാക്ക് ശേഷം ഞാനായിരിക്കും ആദ്യമായി ബാപ്പാനടുത്തേക്ക് പോവാൻ. ഇത് കേട്ടപ്പം എനിക്ക് സന്തോഷമായി, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ചുംബിച്ചു, വസിയത്തുകൾ ചെയ്തു. അലിയിനോട് പ്രത്യേകം പറഞ്ഞു, അലി എൻ്റെ മോളെ വേദനിപ്പിക്കരുത്. അത്ര ഇഷ്ടമായിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, മോളെ നീ ആയിരിക്കും നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ്, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ആ ഫാത്തിമാൻ്റെ ഒക്കെ കഥയുണ്ടല്ലോ, ചരിത്രം നമ്മളെ വീട്ടിലെ പെൺകുട്ടികൾക്ക് വായിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് ജീവിക്കുന്ന അതബില്ലാത്ത കുരുത്തം കെട്ട തെമ്മാടിച്ചുകളായ മുസ്ലിമിൻ്റെ പെൺകുട്ടികൾക്ക് ഫാത്തിമാൻ്റെ കഥ വായിച്ചു കൊടുക്കണം. തെമ്മാടിച്ചെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ മേൽപ്പറമ്പിൻ്റെയോ കാസർഗോഡിൻ്റെയോ റോഡ് സൈഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കാണുന്ന പർദ്ദയിട്ട മുസ്ലിമിൻ്റെ മക്കളെന്ന് പറയുന്ന ആ മക്കൾക്ക് ഈ ഫാത്തിമാൻ്റെ കഥയൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ഇത്ര സ്നേഹിച്ച മോൾ എങ്ങനെ ജീവിച്ചെങ്ങനെയെന്നറിയോ?
കയ്യിൽ തഴമ്പുണ്ടായിരുന്നു. അലിൻ്റെ വീട്ടിലെ ആസുകല്ലിൽ മാവ് കുഴച്ചതിൻ്റെ തഴമ്പ്. അലിയതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി കിണറിൻ്റെ അടുക്കലേക്ക് ആ മോള് നടന്നിട്ട് പോകും. എന്നിട്ട് തലമ്മ വെള്ളവും വെച്ചിട്ട് വരും. ഇത് അല്ലാഹുവിന്റെ റസൂൽ കാണും. അതൊക്കെ വിഷമാവും, പക്ഷെ ഒന്നും മിണ്ടൂല. ഒരു ദിവസം അലി പറഞ്ഞു, മോളെ നിന്റെ ഉപ്പാനടുത്ത് കുറേ അതിഥികൾ, കുറേ അടിയാങ്ങൾ വന്നിട്ടുണ്ട്, ഹദിയ, നീ പോയിട്ട് ചോദിച്ചു നോക്ക്, നിനക്കൊരു സഹായത്തിൽ. മോൾ ഓടിപ്പോയിട്ട് കൈ കാണിച്ചു, വിഷമങ്ങൾ പറഞ്ഞു, വീട്ടിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. ഒരടിമനെ തന്നില്ലെങ്കിൽ വീട്ടിൽ സഹായമാവും ബാപ്പ. ആ ഉപ്പ പറഞ്ഞെന്താ അറിയോ, മോളെ നിനക്ക് അതിനേക്കാളും നല്ല ഞാൻ തരാം. നീ ഉറങ്ങാൻ കിടക്കുമ്പം ഈ തസ്ബീഹാത്തുകൾ 33 പ്രാവശ്യം അത് പറഞ്ഞ് കടന്നാൽ മതി. ആ ഉപ്പാൻ്റെ മോളല്ലേ വെറുങ്ങയോടെ വീട്ടിലേക്ക് വന്നു. അലി ചോദിച്ചു, എന്താ വാപ്പ ഒന്നും തന്നില്ലേ? പറഞ്ഞു, മോള് അതിനേക്കാൾ നല്ലത് എനിക്ക് തന്നിട്ടുണ്ട്. അതെന്താ? തസ്ബീഹ് പഠിപ്പിച്ചു കൊടുത്തു. അലീനും അത് മതി, മരുമോനവും മതി. രണ്ടുപേരും വീട്ടിൽ കയറി. രാത്രിയിൽ ബാപ്പാക്ക് ഉറക്കം വരുന്നില്ല, കാരണം മോളെ വിഷമം വന്ന് പറഞ്ഞിട്ട് പോയതാണ്. രാത്രി പുറക്കേക്ക് വന്നു. നിങ്ങൾ ഉറങ്ങിയോ മക്കളെ? ഇല്ല, ഉറങ്ങിയില്ല. കല്യാണത്തിൻ്റെ ദിവസവും അതേപോലെ റസൂലുള്ളാഹി പോയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മക്കളെ ഞാൻ വരാണ്ട് നിങ്ങൾ കിടക്കരുത്, ഉറങ്ങരുത്. റസൂലുള്ളാഹി അന്നും പോയിട്ടുണ്ട്. അതേപോലെ ഈ സമയത്തും പോയി. ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ അവരെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ദുനിയാവിൽ നിന്റെ ബാപ്പ നിനക്ക് സൗകര്യം തരുന്നതിനേക്കാളും നല്ലത് നിന്റെ ബാപ്പാൻ്റെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെയാവുന്നതല്ലേ? മോള് പറഞ്ഞു, അങ്ങനെ മതി ബാപ്പ. അഹുഡിൽ കിസ്വ, ആ പുതപ്പിൻ്റെ ആളുകളെന്ന് അലിയും മോള് ഫാത്തിമാവും ഹസൻ ഹുസൈനും 2 മക്കളും കിസ്വൻ്റെ ആളുകൾ. അങ്ങനെയും ജീവിച്ചു റസൂലുള്ളാഹിന്റെ മക്കൾ. അത് നമ്മൾ ഇന്നത്തെ മക്കൾക്ക് ആ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വല്ലാണ്ട് വിഷമിച്ചു, വല്ലാണ്ട് പ്രയാസപ്പെട്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചത്ത് കിടക്കുന്നുണ്ട്. ഞാൻ റസൂലുള്ളാഹി തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കൈ ആകാശത്തേക്ക് ഉയർന്നു. ഫഇർഫഉ യദഹു ഇലസ്സമ. കാരണം ചോദിക്കുന്നുണ്ട് മലക്കുൽ മൗത്ത്, പോണോ പോണ്ടേ എന്നുള്ളത്. ഇന്നമ ഖുയ്യിർതു, എനിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപോക്കി. ഞാൻ ചെവിയോർത്തു റസൂലുള്ളാഹിന്റെ ചെവിയിലേക്ക്. അപ്പോൾ ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അലാ ഇന്നലിൽ മൗതി ലസക്ര, ഇന്നലിൽ മൗതി ലസക്ര, മരണത്തിന് വേദനയുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. മരണത്തിന് വേദനയുണ്ട്. സഹാബാക്കൾ പുറത്ത് കാത്തിരിപ്പുണ്ട്. ആയിഷാൻ്റെ വീട്ടിലായതുകൊണ്ട് ആരും ഉള്ളിൽ കയറുന്നില്ല. ഉപ്പ അബൂബക്കറിന് മാത്രമേ കയറാൻ അനുവാദമുള്ളൂ. റബീഉൽ അവ്വൽ 12 രാവിലെ അബൂബക്കർ സിദ്ദീഖ് മദീനത്തില്ല. ആയിഷ ബീവി വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റക്കാണ്. നെഞ്ചത്ത് തലയും വെച്ച് റസൂലുള്ളാഹി കിടക്കുന്നുണ്ട്. കൈ ആകാശത്തേക്ക് പൊക്കിയിട്ട് പറഞ്ഞു, ബലിർ റഫീഖുൽ അഅല, ബലിർ റഫീഖുൽ അഅല. വേണ്ട, റഫീഖുൽ അഅല മദിയ, അഥവാ ഏറ്റവും നല്ല ഉന്നതനായ കൂട്ടുകാരൻ. കൈ പൊക്കിയിട്ടുണ്ട് മുകളിലേക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഫസഖതത് യദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ കൈ താഴോട്ട് വീണു. വസഖലത റഅസഹു ഫീ സദ്രി, എൻ്റെ നെഞ്ചിൽ റസൂലുള്ളാഹിന്റെ തലക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. ഫഅറഫ്തു അന്നഹു ഖദ് മാത്, എനിക്ക് മനസ്സിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന്. റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദുഹാന്റെ സമയം. അന്ന് ആയിഷ ബീവി കരഞ്ഞ ദിവസം, അന്ന് ആയിഷ നെഞ്ചുപൊട്ടി ഏങ്ങി കരഞ്ഞ ദിവസം. ഇന്ന് മുസ്ലിം ഉമ്മ ജൂതന്മാരെ ചിരിപ്പിക്കുന്ന ദിവസം. അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അതെങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തോ അവരെ മനസ്സ് കട്ടിയായ പോലെ. അന്ന് ആയിഷ ബീവി കരഞ്ഞു, വേദന കൊണ്ട് കരഞ്ഞു. ആയിഷ ബീവി പറയാൻ, ഫലം അദ്രി മാ അഫ്അൽ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. റസൂലുള്ളാഹി മരിച്ചു. എൻ്റെ ബാപ്പയാണെങ്കിൽ ഇവിടെ ഇല്ല, നാട്ടിലില്ല, കച്ചവടത്തിന് പോയിട്ടാണുള്ളത്. പുറത്താണെങ്കിൽ സഹാബാക്കൾ മൊത്തം മദീന പള്ളി ചുറ്റും ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. ഫമാ കാന മിന്നി ഗൈറ അൻ ഖറജ്തു മിൻ ഹുജറതി, എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. പിന്നെ ഹിജാബൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി, വാതിൽ തുറന്നു. ആൾക്കാർ മൊത്തം പള്ളിയിൽ എൻ്റെ വീട്ടിൻ്റെ വാതിലും നോക്കി ഇരിപ്പുണ്ട്. അഖൂലു മാത റസൂലുള്ളാഹ്, മാത റസൂലുള്ളാഹ്, ഞാൻ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു പോയി. ആയിഷ ബീവി പറയാൻ, ഫൻഫജറൽ മസ്ജിദു ബിൽ ബുകാ, സഹാബത്തിന്റെ കരച്ചിൽ കൊണ്ട് പള്ളി പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇൻഫജറ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തകരുക. സഹാബത്തിന്റെ കരച്ചിൽ അത്ര ശബ്ദത്തിൽ ഉയർന്നു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദുഹായിന്റെ സമയം. അത് ഈ ഉമ്മത്ത് ഒന്നും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാൻ.
ഉമ്മത്ത് ആ സഹാബത്തിൻ്റെ അന്നത്തെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു മദിനിൽ ചാരി നിൽപ്പുണ്ട്. ആയിഷ ബീവി പറയാൻ, അലി ഞാനിത് പറഞ്ഞു കേട്ടപ്പോഴേക്കും ഊർന്നങ്ങനെ ഇരുന്നു പോയി. കാരണം റസൂലുള്ളാഹിന്റെ മരണം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കൈ രണ്ടും ഇങ്ങനെ പിരിച്ചിട്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നു. ബോധം കുഞ്ഞിനെ പോലെ എന്തെല്ലോ കാണിക്കുന്നു. വഹാദാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ ഇടതു ഭാഗത്ത് നിത്യം ഉണ്ടായിരുന്ന ഉമർ. അദ്ദേഹം യർഫഉ സൈഫ, വാളൂരി. എന്നിട്ട് പറഞ്ഞു, മൻ ഖാല അന്നഹു ഖദ് മാത്, ആരെങ്കിലും എൻ്റെ റസൂൽ മരിച്ചെന്ന് പറഞ്ഞാൽ ഖതഅതു റഅസഹു, അവൻ്റെ തല ഞാൻ വെട്ടിക്കളയും. ഇന്നഹു ദഹബ ലിലിഖാഇ റബ്ബിഹി, മരിച്ചിട്ടൊന്നുമില്ല, അള്ളാഹുവിനെ കാണാൻ പോയതാണ്. കമാ ദഹബ മൂസ ലിലിഖാഇ റബ്ബി, മൂസ തൻ്റെ റബ്ബിനെ കാണാൻ വേണ്ടി പോയ പോലെ. വസയഊദ്, റസൂലുള്ളാഹി മടങ്ങി വരും. ഇതെന്താണെന്നറിയോ? കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കുക സഹാബാക്കള്. അവരെ സമനില തെറ്റി. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വാർത്ത കേട്ടപ്പോൾ അവർ സ്വബോധത്തിലല്ല. ഉമർ പറയുന്നത് ഞാൻ കൊല്ലൂന്നാണ്. റസൂലുള്ളാഹി കിതാബ് വാങ്ങാൻ വേണ്ടി മൂസ പോയ പോലെ അള്ളാഹിനെ കാണാൻ പോയതാണ്. വസയഊദ്, തിരിച്ചു വരും. വയഖ്തുലു മൻ ഖാല അന്നഹു ഖദ് മാത്, മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കൊന്നുകളയും. വല്ലാത്തൊരവസ്ഥയിലാണ് ഉമർ. ആയിഷ റളിയല്ലാഹു പറയാൻ, സഹാബാക്കൾ ഇങ്ങനെ പലതരത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിവരം കിട്ടി. അദ്ദേഹം കുതിരപ്പുറത്ത് വന്നു. വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വാ ഖലീല, വാ സഫിയ, വാ ഹബീബ, വാ നബിയ. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഓരോ വിശേഷണങ്ങൾ വിളിച്ച് സങ്കടം പറഞ്ഞുകൊണ്ട് വരിക. ആയിഷ ബീബിന്റെ വീട്ടിലെത്തി. ഒരു വെള്ള തുണി കൊണ്ട് പുതച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീബിന്റെ വീട്ടിൽ കിടത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് വന്നു, തുണി മുഖത്തുനിന്ന് മാറ്റി 2 പുരികങ്ങൾക്കിടയിൽ ചുംബിച്ചു. അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തതാണ്. മയ്യത്തിനെ ചുംബിക്കൽ സുന്നത്തുവാൻ. ചുംബിച്ചിട്ട് പറഞ്ഞു, തിബ്ത ഹയ്യൻ വതിബ്ത മയ്യതൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു മരണം മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ. ആ മരണം അങ്ങ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുറത്തേക്ക് വന്നു. ഉമർ ഓടി വന്നു, കുഞ്ഞിനെ പോലെ. യാ അബൂബക്കർ, ജനങ്ങൾ പറയുന്നത് കേട്ടോ, റസൂലുള്ളാഹി മരിച്ചു. ആൾക്കാർ പറയുന്നത് കേൾക്കുന്നില്ല, റസൂലുള്ളാഹി മരിച്ചു. ഇവരൊക്കെ മുനാഫിക്കുകളായി പോയി. ഒരു പറയാ, ഇവരെല്ലാം മുനാഫിക്കുകളായി പോയി. റസൂലുള്ളാഹി മരിച്ചെന്നാണ് ഇവർ പറയുന്നത്. ശരിയല്ല, ഞാൻ കൊന്നു കളയും. അബൂബക്കർ സിദ്ദീഖിന് കരച്ചിലും വരുന്നു, സങ്കടവും വരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അല്ല അനുസരിക്കുക ഉമറെ മിണ്ടാതിരിക്കും. ഉമറെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിക്കോളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, നിങ്ങൾ ആരാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു മരിക്കൂല, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അത് ഈ ഉമ്മത്തൊന്ന് അറിഞ്ഞെങ്കിൽ, അള്ളാഹുവിനെ പറ്റി ഒന്ന് ഈ ഉമ്മത്ത് അറിഞ്ഞെങ്കിൽ, ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു മരിക്കൂല, ജീവിച്ചിരിക്കുന്നവനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു. ഇത് കേട്ടപ്പം ഉമറിന്റെ കയ്യിൽ നിന്ന് വാള് താഴോട്ട് വീണു. ഉമർ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് ഒരു ആയത്ത് ഓതി, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നിങ്ങളുടെ ബാപ്പയല്ല, അവസാനത്തെ നബി മാത്രമാണ്. മാത്രമല്ല, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹു മയ്യിത്തുൻ, റസൂലുള്ളാഹി തആല അല്ലാഹു നിങ്ങളും മരിക്കും, മുമ്പുള്ളവരും മരിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി അല്ലാഹു പറഞ്ഞു, ഒരു പ്രവാചകൻ മരിച്ചു എന്നറിഞ്ഞാൽ, മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ പഴയതിലേക്ക് തിരിച്ചു പോവാണോ എന്നൊക്കെ ചോദിച്ച് ആക്ഷേപിച്ചുള്ള ആയത്ത്. ഉമർ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖിനോട്, നിങ്ങൾ ആ ആയത്ത് ഓതിയപ്പം അത് അന്നിറങ്ങിയ ആയത്ത് പോലെ എനിക്ക് തോന്നിയത്, ഒന്നും ഓർമ്മയുണ്ടായില്ല. ഇതെല്ലാം പഠിച്ചതാണ്, കേട്ടതാണ്. പക്ഷെ വഫാത്ത് കേട്ട ആ ഒരു മാനസികാവസ്ഥയിൽ ഒന്നും ഓർമ്മയില്ലാത്ത പോലെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മയ്യത്ത് കുളിപ്പിച്ച് എവിടെ കബറടക്കും എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായി. എന്ത് ചെയ്യും? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രവാചകന്മാർ എവിടെയാണോ വഫാത്താവുന്നത് അവിടെയാണ് അവരുടെ ഖബറും. ആയിഷ ബീവിൻ്റെ വീട്ടിൽ ഖബർ കുഴിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറടക്കി. തിരിച്ച് സഹാബാക്കൾ നടന്നു വരുമ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെ കണ്ടു. അനസ് പറയാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ചോദിച്ചു നമ്മളോട്, അതാബത് അൻഫുസുകും അൻ തഹസ്സു തുറാബ അലാ വജ്ഹി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസേ,
എൻ്റെ ബാപ്പാൻ്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? നിങ്ങളെ മനസ്സ് സമ്മതിച്ചോ മണ്ണ് വാരിയിടാൻ? ചിലപ്പോൾ മനസ്സ് മറുപടി പറഞ്ഞിട്ടുണ്ടാവും, മനസ്സിനെങ്കിലും മനസ്സ് സമ്മതിച്ചിട്ടല്ല. പക്ഷെ ആ പ്രവാചകൻ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചെന്നത്. അവർ തന്നെ ഖബറടക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്രയായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയുന്ന സഹാബാക്കൾ കേട്ടു. യാ അബതാ, ഓ എൻ്റെ വാപ്പ, അജാബ റബ്ബൻ ദആ, അങ്ങയുടെ റബ്ബ് അങ്ങയെ വിളിച്ചു, അങ്ങ് ഉത്തരം കൊടുത്തു. യാ അബതാ ജന്നത്തുൽ ഫിർദൗസി മഅ്വാ, ഏ ബാപ്പ നിങ്ങളുടെ കേന്ദ്രം ജന്നത്തുൽ ഫിർദൗസാണ്. യാ അബതാ ഇലാ ജിബ്രീൽ നഅ, നമ്മൾ ജിബ്രീലിനോട് അനുശോചനം അറിയിക്കുന്നു. കാരണം ഇനി ജിബ്രീൽ ദുനിയാവിലേക്ക് വരൂല. അല്ലാഹു റസൂലിന്റെ പോക്കോടുകൂടെ വഹി നിറച്ചു, ജിബ്രീലിന്റെ വരവും ഇല്ലാതെയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദുഹാഇന്റെ സമയം മരണപ്പെട്ടു. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മദീന മുഴുവൻ അന്ന് കരഞ്ഞു. മദീനയിൽ ഇരുട്ടി വ്യാപിച്ച പോലെ ദിവസങ്ങളോളം ആർക്കും അനക്കവുമില്ല കുലുക്കവുമില്ല. മദീന നിശ്ചലമായി പോയി. അതെ, അള്ളാഹുവിൻ്റെ റസൂല് യാത്രയായി, വഫാത്തായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എങ്ങനെ നമ്മുടെ മനസ്സ് കൊള്ളണമെന്നറിയുമോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്തുകൾ വന്നാൽ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, വിഷമം ഉണ്ടായാൽ, നിങ്ങൾക്ക് ആ വിഷമം ലഘൂകരിക്കാൻ, മനസ്സിന് പകരം സമാധാനം കിട്ടാൻ ഒരു ഉപാധി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ വഫാത്തിനെ കുറിച്ച് ഓർത്താൽ മതി. ഞാൻ വഫാത്തായി പോയതിനേക്കാളും വലിയ മുസീബത്ത് നിങ്ങൾക്ക് വേറെ വരാനില്ല. അത് ഓർത്താൽ മതി. നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് എളുപ്പമായി മാറും. ഇതാരോടാ പറഞ്ഞതറിയോ? ആ റസൂലിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവരോട്. അവർക്കാണ് റസൂലുള്ളാഹിന്റെ വഫാത്ത് മുസീബത്ത്. അവർക്ക് ആ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ദിവസത്തിൽ വിഷമം, സങ്കടം, അവർക്ക് സന്തോഷിക്കാൻ പറ്റൂല. മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ജന്മദിനം എന്ന പേരിൽ ജൂതനുണ്ടാക്കിയെടുത്തത് പൂർണ്ണമായിട്ടും അല്ലാഹുവിന്റെ റസൂലിനെ വിസ്മരിച്ചവർ. ഓടുന്നവർ, ചാടുന്നവർ, റാലിയും ജാഥയും സിനിമാറ്റിക് ഡാൻസും ഗാനമേളയും അതും ഇതും അവരൊന്നറിഞ്ഞെങ്കിൽ മദീനക്കാരുടെ അന്നത്തെ അവസ്ഥ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ അവരെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി കാണാൻ. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. പോയി നോക്കുമ്പോൾ കരയാണ്. കൂടെ അബൂബക്കർ സിദ്ദീഖ് ഇന്ന് കരയാൻ തുടങ്ങി. ഉമർ വന്നു, ഉമറും കരയാൻ തുടങ്ങി. അപ്പോൾ ഉമ്മഹാനി പറഞ്ഞു, എന്തിനാ കരഞ്ഞതിൻ്റെ കാരണം പറയാം. ഇനി വഹ്യ് വരൂലല്ലോ, ഇനിയിപ്പോൾ ജിബ്രീൽ വരൂലല്ലോ. ആ കണക്ഷൻ അറ്റുപോയല്ലോ റസൂലുള്ളാഹിന്റെ വഫാത്തോടുകൂടി. ശരിയാണ്, അവർക്ക് ആ ഒരു വിഷമം, ആ സങ്കടം ഓർക്കും തോറും വരും. മുസ്ലിമേ, അങ്ങനെ വരണം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടി മാത്രമേ ദുനിയാവെന്ന് പോയിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ട്. സ്നേഹിക്കണം, നെഞ്ചോട് ചേർക്കണം, ദൃഢനിശ്ചയം ചെയ്യണം, ഒരസിമ് ചെയ്യണം. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊരു പോക്കില്ല. നഷ്ടങ്ങളില്ല നമുക്ക്. ദുനിയാവിൽ ചിലപ്പോൾ ആൾക്കാർ ആക്ഷേപിക്കും, ദുനിയാവിൽ ചിലപ്പോൾ നമ്മളെ കളിയാക്കാൻ ആളുണ്ടാവും, ചിലപ്പോൾ നമ്മളെ സ്റ്റൈല് നഷ്ടപ്പെടും, നമ്മളൊരു സ്റ്റാറ്റസ് നഷ്ടപ്പെടും. ആൾക്കാർ ഇതുവരെ കണ്ടുകൊള്ളുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ മാറിപ്പോവും. നമുക്കത് വിഷയമല്ല. നമ്മുടെ വിഷയം യൗമുൽ ആഖിറാണ്, അന്ത്യനാളാണ്, ഖിയാമത്ത് നാളിലാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചവരായി വരാൻ പറ്റിയാൽ അതിനേക്കാളും വലിയ ലാഭം നമുക്ക് വേറെ ദുനിയാവിൽ കിട്ടാനില്ല. അവിടെ സുന്നത്തിനെ മുറുകെ പിടിക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. സുന്നത്തിനെ അറിയുന്ന, പിൻപറ്റുന്ന, അതിലേക്ക് ദഅവത്ത് ചെയ്യുന്ന, അതിലെന്തു വന്നാലും സബറോടുകൂടി കൈകാര്യം ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തി അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുഹബത്തിൽ അള്ളാഹു നമുക്ക് വലിയ ദറജകൾ നസീബാക്കി തരട്ടെ. അതിനെന്താണോ നമ്മൾ ചെയ്യേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ. ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യാൻ, എന്ത് നഷ്ടം വന്നാലും അത് ആഖിറത്തിന്റെ പ്രതിഫലം ഓർത്ത് ആ നഷ്ടത്തിൽ സബർ കൈകൊള്ളാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.